വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSCB എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കണക്റ്റഡ് ഫാക്ടേഴ്സുമാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിനകത്തോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം. The children dash in the garden when it started raining. Option A, played. Option B, playing. Option C, were playing. Option D, have played. And answer option C ആണ്, were playing ആണ്. നമുക്ക് നോക്കാം എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ആൻസറിലോട്ട് എത്തി. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് പാസ്റ്റ് ആക്ഷൻ ആണ്. നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നോക്കേ, ദ ചിൽഡ്രൻ ഡാഷ് ഇൻ ദ ഗാർഡൻ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് എന്നാണ്. അപ്പൊ സ്റ്റാർട്ടഡ് എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് പാസ്റ്റ് ആണ്, പാസ്റ്റ് ആക്ഷൻ ആണ്. നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏത് പ്രവൃത്തിയാണോ അപ്പോൾ പൂർത്തീകരിച്ചത്, ആ പൂർത്തീകരിച്ച പ്രവൃത്തി നമ്മൾ സിമ്പിൾ പാസ്റ്റിലും സംഭവിച്ചുകൊണ്ടിരുന്ന പ്രവൃത്തി പാസ്റ്റ് കണ്ടിന്യൂസിലുമാണ് പറയുക. അപ്പൊ നോക്കുക, കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഒന്ന് അപ്പോഴങ്ങോട്ട് പൂർത്തീകരിച്ചതും മറ്റൊന്ന് ആ സമയത്ത് സംഭവിച്ചുകൊണ്ടിരുന്നതുമാണെങ്കിൽ പൂർത്തീകരിച്ചത് സിമ്പിൾ പാസ്റ്റിലും സംഭവിച്ചുകൊണ്ടിരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലുമാണ് പറയുക. അപ്പൊ ഇവിടെ ദ ചിൽഡ്രൻ ഡാഷ് ഇൻ ദ ഗാർഡൻ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. കുട്ടികൾ എന്താണ് ഗാർഡനിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മഴ പെയ്തു എന്നാണ്. അപ്പോൾ അവിടെ തുടർന്നുകൊണ്ടിരുന്ന പ്രവൃത്തി കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ പൂർത്തിയായ പ്രവൃത്തി അവിടെ എന്താണ്? റെയിൻ സ്റ്റാർട്ട് ആയതാണ്. അപ്പോൾ അവിടെ പൂർത്തിയായ പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിൽ സബ്ജക്ട് പ്ലസ് V2 കൊടുത്തിട്ടുണ്ട്. when it started, subject plus V2, it started, subject plus V2 കൊടുത്തിട്ടുണ്ട്. അപ്പോഴും തുടർന്നുകൊണ്ടിരുന്ന പ്രവൃത്തി കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നതാണ്. അത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയണം. was or were plus ing പറയണം. the children were playing in the garden എന്ന് എഴുതി. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റിനകത്തോട്ട് പോവുകയാണ്. അതിനു മുമ്പ് ഇതിന്റെ എക്സ്പ്ലനേഷനകത്തോട്ടൊന്ന് പോവുകയാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഒന്ന് അപ്പോൾ പൂർത്തീകരിച്ചതും മറ്റൊന്ന് അപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്നതും ആണെങ്കിൽ പൂർത്തീകരിച്ചത് സിമ്പിൾ പാസ്റ്റിലും സംഭവിച്ചുകൊണ്ടിരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലുമാണ് ഉപയോഗിക്കുക. ഇവിടെ പൂർത്തീകരിച്ചത് ഏതാണോ, അപ്പോൾ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തത് ഏതാണോ അത് സിമ്പിൾ പാസ്റ്റിൽ പറയണം. ആ ടൈമിൽ തുടർന്നു കൊണ്ടിരുന്ന പ്രവൃത്തി ഏതാണോ അത് പാസ്റ്റ് കണ്ടിന്യൂസിലും പറയണം. നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി വൃത്തിയായിട്ട് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്തു പോവുകയാണ്. അതേ ഹെഡിൽ നിന്ന് വരുന്ന കണക്ട് ചെയ്തുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുകയാണ്. when he entered the room, the cat dashed on the table. Option A, sleeps. Option B, was sleeping. Option C, is sleeping. Option D, has been sleeping. ഇവിടെ ആൻസർ ഏതാകുന്നു? ഇവിടുത്തെ ആൻസർ was sleeping ആകുന്നു. എന്തുകൊണ്ട് നമ്മൾ was sleeping എന്ന ആൻസറിലോട്ട് പോയി? ഓക്കെ, when he entered the room, അവിടെ entered കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് പാസ്റ്റ് ആക്ഷൻ ആണ്. നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഏതാണ് അപ്പോൾ പൂർത്തീകരിച്ചത്? അവൻ റൂമിലേക്ക് പ്രവേശിച്ചതാണ്. അപ്പോൾ പൂർത്തീകരിച്ച പ്രവൃത്തി നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് പറയുക, സബ്ജക്ട് പ്ലസ് V2 പറയുക. അപ്പോഴും തുടർന്നുകൊണ്ടിരുന്ന പ്രവൃത്തി നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയണം. was or were plus ing പറയണം. അവൻ റൂമിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ എന്താണ്? പൂച്ച ടേബിളിന് മുകളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. റൂമിലേക്ക് പ്രവേശിച്ചതാണ് അപ്പോൾ നടന്ന പ്രവൃത്തി. അത് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ സബ്ജക്ട് പ്ലസ് V2 പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും തുടർന്നുകൊണ്ടിരുന്ന പ്രവൃത്തി പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയണം. was or were plus ing പറയണം. the cat
was sleeping on the table എന്ന് എഴുതി. നെക്സ്റ്റ്, when I dash you were sleeping. ഇവിടെ കോമ ഇല്ല കേട്ടോ. when I dash, you were sleeping. ഓപ്ഷൻ എ come, ഓപ്ഷൻ ബി came, ഓപ്ഷൻ സി coming, ഓപ്ഷൻ ഡി comes. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ്, came ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട് നമ്മൾ came എന്ന ആൻസറിലോട്ട് പോയി? നോക്കേ, when I dash you were sleeping. എപ്പോഴാണ്? ഞാൻ വന്നപ്പോൾ നീ ഉറങ്ങുകയായിരുന്നു. അപ്പൊ ഇവിടെ were കണ്ടപ്പോൾ തന്നെ പാസ്റ്റ് ആക്ഷൻ ആണെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. നടന്ന് കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഏത് പ്രവൃത്തിയാണ് അപ്പോൾ പൂർത്തീകരിച്ചത്? ഞാൻ എത്തിയതാണ്. അത് നമ്മൾ എന്തിൽ പറയണം? സിമ്പിൾ പാസ്റ്റിൽ പറയണം. സബ്ജക്ട് പ്ലസ് V2 വിൽ പറയണം. കം, കെയിം, കം. ഇതാണ് V1, V2, V3 ഫോംസ്. V1, V2, V3 ഫോംസ്. കം, കെയിം, കം ആണ്. അപ്പൊ നോക്കുക, ഇവിടെ ഏതാണ് ആൻസർ? came ആണ് ആൻസർ. when I dash you were sleeping. ഞാൻ വന്നപ്പോൾ നീ ഉറങ്ങുകയായിരുന്നു. അവിടെ പൂർത്തീകരിച്ചത് ഞാൻ വന്നതാണ്. അപ്പോഴും തുടർന്നുകൊണ്ടിരുന്നത് നീ ഉറങ്ങിക്കൊണ്ടിരുന്നതാണ്. പൂർത്തീകരിച്ചത് സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ പറഞ്ഞു. അപ്പോഴും തുടർന്നുകൊണ്ടിരുന്ന പ്രവൃത്തി പാസ്റ്റ് കണ്ടിന്യൂസിൽ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, choose the correct article. She is reading dash interesting book. Option A, option B an, option C the, option D no article. Answer option B ആണ്, an ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് നോക്കാം എന്തുകൊണ്ട് നമ്മൾ an എന്ന ആർട്ടിക്കിൾ ഇവിടെ യൂസ് ചെയ്തു. അപ്പൊ നമുക്കറിയാം വവൽ ലെറ്റേഴ്സ്. വവൽ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? A, E, I, O, U എന്നിവയാണ്. A, E, I, O, U എന്നിവയാണ് വവൽ ലെറ്റേഴ്സ്. മീൻസ് മലയാളത്തിൽ പറഞ്ഞാൽ എന്താ? സ്വരാക്ഷരങ്ങൾ. സ്വരാക്ഷരങ്ങൾ മീൻസ് ആ, ഇ, ഒക്കെയാണ്. അപ്പൊ ഇങ്ങനെ വവൽ ലെറ്റേഴ്സിന് മുൻപിൽ നമ്മൾ നോർമലായിട്ട് ആൻ യൂസ് ചെയ്യും. ഇനി കൺസോണന്റ് ലെറ്റേഴ്സ്. കൺസോണന്റ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഈ എ, ഐ, ഒ, യു ഒഴികെയുള്ള ബാക്കി ലെറ്റേഴ്സിനെയാണ് കൺസോണന്റ് ലെറ്റേഴ്സ് എന്ന് പറയുക. മീൻസ് വ്യഞ്ജനാക്ഷരം. വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാ? കായ്ക്ക, ഗായിക്കങ്ങ ഒക്കെയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. അവയുടെ മുമ്പിൽ നമ്മൾ എയുമാണ് ഉപയോഗിക്കുക. വവൽ ലെറ്റേഴ്സിന് മുമ്പിൽ ആൻ ഉപയോഗിക്കാം. കൺസോണന്റ് ലെറ്റേഴ്സിന് മുമ്പിൽ എ ഉപയോഗിക്കാം. ഇവിടെ ഇപ്പൊ നോക്കിയ ഐ ആണ്, നമുക്ക് എന്ത് ഉപയോഗിക്കാം? എ, ഐ, ഒ, യു ആണ്, ആൻ ആണ്. ഇവിടെ ഈ രീതി, ഈ കൺസെപ്റ്റ് ഇവിടെ ഓക്കെ ആണ്. പക്ഷേ നമുക്ക് മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്ന എല്ലാ പരീക്ഷകളുടെയും ആൻസർ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാനായിട്ട് പറ്റില്ല. ഈ ഒരു കൺസെപ്റ്റ് നോക്കിയാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. നിങ്ങൾ ഇനി എന്ത് വന്നാലും മീൻസ് എയോ ആനോ എഴുതാൻ പരീക്ഷയ്ക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങളത് മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുക. അപ്പൊ എ, ഐ, ഒ, യു നോക്കണ്ട, നിങ്ങളത് മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുക. മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്വരാക്ഷരങ്ങളാണെങ്കിൽ, സ്വരാക്ഷരം എന്ന് പറയുമ്പോൾ അ, ആ, ഇ, ഈ. മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുമ്പോൾ സ്വരാക്ഷരം വന്നാൽ അവിടെ നിങ്ങൾ ആൻ എഴുതുക. വ്യഞ്ജനാക്ഷരം വന്നാൽ, വ്യഞ്ജനാക്ഷരം എന്ന് പറയുമ്പോൾ കായ്ക്ക, ഗായിക്കുന്ന ആണ്. കായ്ക്ക, ഗായിക്കുന്ന. വ്യഞ്ജനാക്ഷരം വന്നാൽ അവിടെ എയും ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ഇനി എ, ഐ, ഒ, യു വവൽ ലെറ്റർ നോക്കിയാലും നമുക്ക് ആൻ തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് എഴുതുമ്പോഴും എന്താ? ഇ, ഈ സ്വരാക്ഷരമാണ്. ആ രീതിയിലും ആൻ എഴുതാം. ഇവിടെ അത് ഓക്കെ ആണ്. അപ്പൊ നിങ്ങൾ ഉച്ചരിച്ചു നോക്കുക. സ്വരാക്ഷരം വന്നാൽ ആൻ എഴുതുക, വ്യഞ്ജനാക്ഷരം വന്നാൽ എ എഴുതുക. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ ലെറ്റർ നോക്കിയാൽ ഇത് എച്ച് ആണ്. എ, ഐ, ഒ, യു ഒഴികെയുള്ള ലെറ്റർ ആണ്. മീൻസ് അത് എന്താ? കൺസോണന്റ് ലെറ്റർ ആണ്. അവിടെ എ എഴുതാൻ നമുക്ക് ടെൻഡൻസി വരും. പക്ഷേ ഇവിടെ എച്ച് സൈലന്റ് ആണ്. ഇത് ഉച്ചരിക്കുന്നത് എങ്ങനാകുന്നു? അവർ എന്നാണ് ഇത് ഉച്ചരിക്കുന്നത്. ആ സ്വരാക്ഷരമാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? ആൻ ഉപയോഗിക്കാം. ആൻ, അവർ എന്ന് എഴുതാം. അടുത്ത് നോക്കിയേ, ഡാഷ്
HONOUR. ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക? ഓണർ എന്നാണ്. ഓണർ. ലെറ്റർ നോക്കിയാൽ H ആണ്, കൺസോണന്റ് ലെറ്റർ ആണ്. അവിടെ എ എഴുതാൻ നമുക്ക് പറ്റില്ല. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അവിടെ ഓണർ എന്നാണ് വരിക. ഓ ആണ്, സ്വരാക്ഷരമാണ്. അവിടെ ആൻ ഓണർ എന്ന് എഴുതാം. മറ്റൊരു എക്സാമ്പിൾ നോക്കുക. ഡാഷ് യൂറോപ്യൻ. ഇപ്പൊ ഇത് ഉച്ചരിച്ച് നോക്കുമ്പോൾ നമുക്ക് യാണ് കിട്ടുക. സ്വരാക്ഷരമാണോ? അത് വ്യഞ്ജനാക്ഷരമാണ്. വ്യഞ്ജനാക്ഷരം വന്നാൽ അവിടെ നമുക്ക് എ യൂസ് ചെയ്യാം. അല്ലാതെ നോക്കിയാൽ ഇ വന്നു, AEIOU ആണ്. അവിടെ എന്ത് എഴുതാൻ ടെൻഡൻസി വരും? അവിടെ ആൻ എഴുതാൻ ടെൻഡൻസി വരും. അതുകൊണ്ട് ഇത്തരത്തിൽ ഉച്ചരിച്ച് നോക്കുക. പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് എഴുതുക. ഇവിടെ യാ വന്നത് കൊണ്ട് എ എഴുതി. നോക്കേ, യൂസ്ഫുൾ. അവിടെ ഉച്ചരിക്കുമ്പോൾ യാണ് വരിക. അവിടെ നമ്മൾ എന്ത് എഴുതി? എ യൂസ്ഫുൾ. ഡാഷ് EWE ഉച്ചരിക്കുമ്പോൾ എങ്ങനെ വരും? യുവ് എന്നാണ് ഉച്ചരിക്കുക. അവിടെയും യാണ് വരിക. യാ വ്യഞ്ജനാക്ഷരമാണ്. AU. ഡാഷ് ONE അതെങ്ങനാ? വണ്ണെന്നാണ് ഉച്ചരിക്കുക. പ്രൊനൗൺസിയേഷൻ വാ വന്നു. അതുകൊണ്ട് അവിടെയും നമുക്ക് എന്ത് ഉപയോഗിക്കാം? A1 എന്ന് ഉപയോഗിക്കാം. ഓക്കെ ആണോ? അതുപോലെ അബ്രീവിയേഷൻസ് വരുമ്പോൾ ഡാഷ് MLA, ഡാഷ് MP, ഡാഷ് SSLC ബുക്ക്, ഇതൊക്കെ എന്താകുന്നു? അബ്രീവിയേഷൻസ് ആകുന്നു. അപ്പോൾ ഇതേപോലുള്ള അബ്രീവിയേഷൻസ് വരുമ്പോഴും അവിടെയും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഉച്ചാരണത്തിനനുസരിച്ച് എയോ ആനോ എഴുതാം. ഡാഷ് MLA ഉച്ചരിക്കുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുക? MLA സ്വരാക്ഷരമാണ്. അതുകൊണ്ട് ആൻ MLA, ആൻ MP, ആൻ SSLC ബുക്ക്, ആൻ STD ബൂത്ത്, ആൻ എക്സ്റേ എന്നൊക്കെ ഉപയോഗിക്കാം. ഇനി ഒരു ലെറ്റർ വന്നാലും ഡസ് ഹർ നെയിം ബിഗിൻ വിത്ത് ഡാഷ് F, ഇങ്ങനെ ഒരു എഫ് ഒരു ലെറ്റർ ഒക്കെ വന്നാലും ഉച്ചരിച്ച് തന്നെ നോക്കുക. അത് കറക്റ്റ് ആണേലും അല്ലേലും ഉച്ചാരണത്തിനനുസരിച്ച് തന്നെ എഴുതുക. എഫ് ഉച്ചരിച്ചപ്പോൾ എന്തോ വന്നു? എ വന്നു, സ്വരാക്ഷരമാണ്. ആൻ എഫ് എന്ന് എഴുതി. ഡാഷ് വി ഇത് ഉച്ചരിച്ച് നോക്കിയാലും പ്രൊനൗൺസ് ചെയ്താലും കൺസോണന്റ് തന്നെയാണ് കിട്ടുന്നത്. എന്നാലും നിങ്ങൾ ഉച്ചരിച്ചത് നോക്കുക. വി വാ വന്നു, AB അല്ലെങ്കിലും AEIOU ഒഴികെയുള്ള ലെറ്റർ ആണ്. വി തന്നെ നമുക്ക് എഴുതാം, എ തന്നെ എഴുതാൻ പറ്റും. ഇനി ആണെങ്കിലും അല്ലെങ്കിലും ഉച്ചാരണത്തിനനുസരിച്ച് സ്വരാക്ഷരമാണെങ്കിൽ ആനും വ്യഞ്ജനാക്ഷരമാണെങ്കിൽ എയും ഉപയോഗിക്കുക. ഇവിടെ വവ്വൽ ലെറ്റർ എന്ന് നോക്കിയാലും അല്ലെ ഉച്ചരിച്ച് നോക്കിയാലും നമുക്ക് സ്വരാക്ഷരം തന്നെ വരുന്നു. അതുകൊണ്ട് നമുക്ക് ആൻ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് എഴുതാം. കഴിഞ്ഞ CSCP ചോദിച്ച ക്വസ്റ്റ്യൻ എഴുതും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. He has been absent dash last Monday. Option A since, option B for, option C from, option D on. നിങ്ങളുടെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ A ആണ്, സിൻസ് ആണ്. എന്തുകൊണ്ട് നമ്മൾ സിൻസ് എന്ന ആൻസറിലോട്ട് പോയി? ലാസ്റ്റ് മൺഡേ എന്ന് പറയുമ്പോൾ അതെന്താകുന്നു? അതൊരു പോയിന്റ് ഓഫ് ടൈം ആകുന്നു. അപ്പൊ ഒരു പോയിന്റ് ഓഫ് ടൈം വന്നാൽ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിൻസ് ഉപയോഗിക്കാം. എ പോയിന്റ് ഓഫ് ടൈം, ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുവാൻ സിൻസ് ആണ് ഉപയോഗിക്കുക. ഫോർ വരുമ്പോൾ എന്താണ്? എ പീരീഡ് ഓഫ് ടൈം. എ പീരീഡ് ഓഫ് ടൈം, ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുവാൻ ഫോറുമാണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ലാസ്റ്റ് മൺഡേ എന്ന് വന്നു. അപ്പൊ അത് മുതൽ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് സിൻസ് നമ്മൾ ഉപയോഗിക്കുക. ഹി ഹാസ് ബീൻ ആബ്സെന്റ് ഡാഷ് ലാസ്റ്റ് സൺഡേ, ലാസ്റ്റ് സൺഡേ മുതൽ. ഓക്കെ, അപ്പൊ അതൊരു പോയിന്റ് ഓഫ് ടൈം ആണ്. ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈം വന്നാൽ അതിനു മുൻപിൽ നമുക്ക് സിൻസ് ഉപയോഗിക്കാം. പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ ഫോറുമാണ് ഉപയോഗിക്കുക. അതാണ് പറഞ്ഞത്, എ പോയിന്റ് ഓഫ് ടൈം സിൻസ്, എ പോയിന്റ് ഓഫ് ടൈം ഫോർ, എ പീരീഡ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുവാൻ സിൻസും ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുവാൻ ഫോറുമാണ് ഉപയോഗിക്കുക. അത്തരം അതിന്റെ കുറച്ച് എക്സാമ്പിളിലോട്ട് നമുക്ക് പോവാം. ഡാഷ് മൺഡേ. മൺഡേ എന്ന് പറയുമ്പോൾ അതൊരു ദിവസമാണ്, അതൊരു പോയിന്റ് ഓഫ് ടൈം ആണ്. അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സിൻസ് യൂസ് ചെയ്യാം. ഡാഷ് 10 years 10 വർഷത്തോളം, അതൊരു പീരീഡ് ഓഫ് ടൈം ആണ്, ഒരു കാലയളവാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? ഫോർ യൂസ് ചെയ്യാം. ഡാഷ് ജൂലൈ ഒരു മാസമാണ്,
അതൊരു പോയിന്റ് ഓഫ് ടൈം ആണ്. അവിടെ നമുക്ക് എന്ത് എഴുതാം? സിൻസ് എഴുതാം. ഡാഷ് 3 months 3 മാസത്തോളം അതൊരു പീരീഡ് ഓഫ് ടൈം ആണ്. അതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് എഴുതാം? 4 എഴുതാം. ഡാഷ് 8 o'clock 8 മണി അതും ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. അവിടെയും നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിൻസ് ഉപയോഗിക്കാം. ഡാഷ് ആൻ അവർ 1 മണിക്കൂറോളം അതൊരു പീരീഡ് ഓഫ് ടൈം ആണ്. അവിടെ നമുക്ക് 4 ഉപയോഗിക്കാം. ഡാഷ് 1990 അതൊരു വർഷമാണ്, അതൊരു പോയിന്റ് ഓഫ് ടൈം ആണ്. അവിടെ നമുക്ക് സിൻസ് ഉപയോഗിക്കാം. അപ്പൊ ഇതേപോലെ ഒരു പോയിന്റ് ഓഫ് ടൈം വന്നാൽ അവിടെ നമുക്ക് സിൻസും, ഇതേപോലെ ഒരു പീരീഡ് ഓഫ് ടൈം വന്നാൽ അവിടെയൊക്കെ നമുക്ക് 4ഉം യൂസ് ചെയ്യാം. സെന്റൻസുകൾ ഇത് എങ്ങനെ വരുന്നു നോക്കാം. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് ലാസ്റ്റ് 4 years 4 വർഷത്തോളം അതൊരു പീരീഡ് ഓഫ് ടൈം ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ 4 എന്ന ആൻസർ യൂസ് ചെയ്തു. അടുത്തത് he has been in Trivandrum dash Wednesday. അപ്പൊ വെനസ്ഡേ എന്ന് പറയുമ്പോൾ അതൊരു പോയിന്റ് ഓഫ് ടൈം ആണ്. അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് എഴുതി? 4 എഴുതി. 4 വെനസ്ഡേ എന്ന് എഴുതി. ഓക്കെ ആണോ? നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ. ചേഞ്ച് ദ സെന്റൻസ് ടു പാസീവ് വോയിസ്. The chef cooked a delicious meal. Option A delicious meal was cooked by the chef. Option B, a delicious meal is cooked by the chef. Option C, a delicious meal has cooked by the chef. Option D, a delicious meal was being cooked by the chef. Answer option A ആകുന്നു. A delicious meal was cooked by the chef എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആക്റ്റീവ് വോയിസ് തന്നിട്ട് അതിനെ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടെൻസിലാണ്, ഏതിന്റെ ആക്റ്റീവ് വോയിസിലാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഇത് ഏത് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത്? ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ മനസ്സിലായി? ദ ഷെഫ് എന്ന സബ്ജക്റ്റ് ഉണ്ട്, കുക്ക്ഡ് എന്ന വെർബിന്റെ V2 ഫോം ഉണ്ട്, എ ഡെലീഷ്യസ് മീൽ എന്ന ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്, സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് എന്ന ഫോർമാറ്റിലാണ് ഈ ആക്റ്റീവ് വോയിസ് കിടക്കുന്നത്. മീൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ആക്റ്റീവ് വോയിസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. പാസീവ് വോയിസ് ഫോർമാറ്റ് ഇതാണ്. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ്. ഇതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ഫോർമാറ്റ്. അപ്പൊ നമുക്ക് ആദ്യമേ ഒബ്ജക്റ്റ് എഴുതാം. ഏതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്? എ ഡെലീഷ്യസ് മീൽ ആണ്. നമ്മൾ ആ ഒബ്ജക്റ്റ് എഴുതി, എ ഡെലീഷ്യസ് മീൽ. ഇനി വാസ് അഥവാ വെയർ എഴുതാം. എ ഡെലീഷ്യസ് മീൽ എന്ന ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമുക്ക് വാസ് എഴുതാം, പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് വെയർ എഴുതാം. ഇവിടെ ഡെലീഷ്യസ് മീൽ എന്ന ഒബ്ജക്റ്റ് ഇവിടെ സിംഗുലർ അല്ലേ, അതുകൊണ്ട് വാസ് എഴുതാം. മറ്റേതെങ്കിലും പ്ലൂറൽ ഒബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ വേറെ എഴുതാമായിരുന്നു. ഡെലീഷ്യസ് മീൽ വാസ്. ഇനി വെർബിന്റെ V3 ഫോം എഴുതുക, കുക്ക്ഡ്. ഇനി ബൈ പ്ലസ് ഏജന്റ് എഴുതുക, ബൈ ദ ഷെഫ്. ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് ആണ്, പാസീവ് വോയിസിൽ ഏജന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഫോർമാറ്റ് ഇതാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ആക്റ്റീവ് വോയിസ് ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. പാസീവ് വോയിസ് ഫോർമാറ്റ് ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ് ആണ്. ബൈ പ്ലസ് ഏജന്റ് ആണ്. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ്. നമുക്ക് 2 എക്സാമ്പിളൂടെ അതേ പാറ്റേണിൽ ചെയ്തു പോകാം. ഹി കിൽഡ് എ ഡോഗ്. നമ്മൾ നോക്കുന്നു ഏത് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത്?
ഹി എന്ന സബ്ജക്റ്റ് ഉണ്ട്, കിൽഡ് എന്ന വെർബിന്റെ V2 ഫോം ഉണ്ട്, എ ഡോഗ് എന്ന ഒബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് എന്ന ഫോർമാറ്റിലാണ് ഈ സെന്റൻസ് കിടക്കുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാം ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന് ഉദാഹരണമാണ്. നമുക്കിതിനെ പാസീവിലോട്ട് മാറ്റാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ഫോർമാറ്റ് ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ് ആണ്. ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് എഴുതുന്നു, എ ഡോഗ്. എ ഡോഗ് അത് സിംഗുലർ ആയതുകൊണ്ട് വാസ് എഴുതി. എ ഡോഗ് വാസ്. ഇനി വെർബിന്റെ V3 ഫോം എഴുതുക, കിൽഡ് തന്നെയാണ്, അതുകൊണ്ട് അത് തന്നെ എഴുതുക. എ ഡോഗ് വാസ് കിൽഡ്. ഇനി ബൈ പ്ലസ് ഏജന്റ് എഴുതുക. ബൈ ഹി എന്തായി മാറും? ഹിം ആയി മാറും. ആൻസർ കിട്ടി, എ ഡോഗ് വാസ് കിൽഡ് ബൈ ഹിം. നെക്സ്റ്റ്, ദ വർക്കേഴ്സ് ബിൽറ്റ് എ ബ്രിഡ്ജ്. നമ്മൾ നോക്കുന്നു ഏത് ടെൻസ് ആണ്? ദ വർക്കേഴ്സ് എന്ന സബ്ജക്റ്റ് ഉണ്ട്, ബിൽഡ് ബിൽറ്റ് എന്നാണ്. അപ്പൊ ബിൽറ്റ് എന്ന വെർബിന്റെ V2 ഫോം ഉണ്ട്, എ ബ്രിഡ്ജ് എന്ന ഒബ്ജക്റ്റ് ഉണ്ട്, സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് എന്ന ഫോർമാറ്റിലാണ്. സിമ്പിൾ പാസ്റ്റ് ആണ്. പാസീവിലോട്ട് നമുക്ക് മാറ്റാം. ആദ്യം ഒബ്ജക്റ്റ് എഴുതുന്നു, എ ബ്രിഡ്ജ്. ഇനി വാസ് അഥവാ വേറെ എഴുതാം. എ ബ്രിഡ്ജ് എന്ന ഒബ്ജക്റ്റ് എന്താകുന്നു? സിംഗുലർ ആകുന്നു, അതുകൊണ്ട് നമ്മൾ വാസ് എഴുതി. എ ബ്രിഡ്ജ് വാസ്. ഇനി വെർബിന്റെ V3 ഫോം എഴുതുക, ബിൽഡ് ബിൽറ്റ് എന്നാണ്, അതുകൊണ്ട് ബിൽറ്റ് തന്നെ എഴുതി, ബിൽറ്റ്. ഇനി ബൈ പ്ലസ് ഏജന്റ് എഴുതുക, ബൈ ദ വർക്കേഴ്സ്. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടി, എ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ബൈ ദ വർക്കേഴ്സ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ആക്റ്റീവിൽ നിന്നും പാസീവിലോട്ട് മാറ്റുമ്പോൾ ഓപ്ഷനുകളെ വെട്ടിക്കളഞ്ഞ് നമുക്ക് ആൻസറിലോട്ട് പോകാനായിട്ട് പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. ഈ ആക്റ്റീവിൽ നിന്നും പാസീവിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് മാറ്റമില്ല. ഓർത്തിരിക്കുക, ടെൻസിന് മാറ്റം ഇല്ല എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ ആക്റ്റീവ് വോയിസ് എന്തിലാണ്? പ്രസന്റ് ടെൻസിലാണെങ്കിൽ പാസീവ് വോയിസും പ്രസന്റ് ടെൻസിൽ തന്നെയാണ് പറയുക. ആക്റ്റീവ് വോയിസ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ പാസീവ് വോയിസും പാസ്റ്റ് ടെൻസിൽ തന്നെയാണ് പറയുക. ആക്റ്റീവ് വോയിസ് ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ പാസീവ് വോയിസും ഫ്യൂച്ചർ ടെൻസിൽ തന്നെയാണ് പറയുക. അപ്പൊ ടെൻസിന് മാറ്റമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മുടെ പാസീവ് വോയിസിലെ വെർബ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും V3 ഫോം ആയിരിക്കും. നമ്മുടെ ആക്റ്റീവ് വോയിസിലെ വെർബ് V1 ആയാലും V2 ആയാലും ഇനി V3 തന്നെ ആയാലും ING ആയാലും SO ESO ഉള്ള രീതിയിലായാലും ഏതായാലും പാസീവ് വോയിസിലെ വെർബ് എന്ന് പറയുന്നത് V3 ഫോമിൽ ആയിരിക്കും. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ആക്റ്റീവ് വോയിസ് കണ്ടിന്യൂസ് ആണെങ്കിൽ, കണ്ടിന്യൂസ് ആണെന്ന് എങ്ങനെ അറിയും? ING ഫോം ഉണ്ടായിരിക്കും. ആക്റ്റീവ് വോയിസിൽ ING ഉണ്ടെങ്കിൽ ആക്റ്റീവ് വോയിസ് കണ്ടിന്യൂസ് ആണ്. ആക്റ്റീവ് വോയിസ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസീവ് വോയിസിൽ ബീയിങ് ഉണ്ടായിരിക്കും. നമ്മൾ ആ V3ക്ക് മുമ്പ് ഓക്സിലറി വെർബ് എഴുതിയിട്ട് V3ക്ക് മുമ്പ് ബീയിങ് ഇട്ട് കൊടുക്കും. നമ്മുടെ ആക്റ്റീവ് വോയിസ് പെർഫെക്റ്റ് ആണെങ്കിൽ, പെർഫെക്റ്റ് ആണെന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഹാസോ ഹാവോ ഹാഡോ ഒക്കെ വന്നിട്ട് V3 ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും. നമ്മുടെ ആക്റ്റീവ് വോയിസ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസീവ് വോയിസിൽ ബീൻ ഉണ്ടായിരിക്കും. ഇത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ കൂടി നമുക്ക് ഓപ്ഷനെ വെട്ടിക്കളഞ്ഞ് ആൻസറിലോട്ട് എത്താൻ പറ്റും കേട്ടോ. അപ്പം ടെൻസിന് മാറ്റമൊന്നുമില്ല. വെർബ് എല്ലായ്പ്പോഴും V3 ഫോം തന്നെയാണ് ഉപയോഗിക്കുക. ആക്റ്റീവ് വോയിസ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസീവ് വോയിസിൽ ബീയിങ് ഉണ്ടായിരിക്കും. ആക്റ്റീവ് വോയിസ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസീവ് വോയിസിൽ ബീൻ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അതോട്ട് പോവാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സിനോണിം ഫോർ ദ വേർഡ് വൈലി. എന്താണ്? വൈലിയുടെ സിനോണിം കണ്ണിങ് ആണ്. വൈലിയുടെ സിനോണിം കണ്ണിങ് ആണ്. അത് നിങ്ങൾ കാണാതെ പഠിച്ചെങ്കിൽ വെക്കുക. അപ്പൊ നമുക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഈ ഒരു വേർഡ് ചോദിച്ചെങ്കിൽ അടുത്ത എക്സാമിന് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഏതെങ്കിലുമൊക്കെ എക്സാമിന് എന്താ ഇത് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വൈലി എന്ന ഈ ഒരു വേർഡിന്റെ സിനോണിം മീൻസ് പര്യായ പദമാണ്, സെയിം മീനിങ് ആണ്. പര്യായ പദം ഏതാകുന്നു? കണ്ണിങ് ആകുന്നു. അപ്പൊ ഇതേപോലെ നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സിനോണിംസ് നമുക്കൊന്ന്
പഠിച്ചു പോകാം. അതിന്റെ മീനിങ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മലയാളത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, പ്രോക്സിമിറ്റി. പ്രോക്സിമിറ്റി എന്ന വേർഡിന്റെ സിനോണിം, പര്യായ പദം എന്തൊക്കെയാണ്? അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് മീനിങ്ങുകൾ കിട്ടാറുണ്ട്. താഴോട്ട് കുറെ മീനിങ്ങുകൾ കിടക്കും, ഒരുപാട് മീനിങ്സ് ഉണ്ട്. നിങ്ങളുടെ മൈൻഡിലോട്ടും പലതും ഓടി എത്തിക്കാണും. നമ്മൾ തരുന്നത് നമ്മുടെ മത്സര പരീക്ഷകൾക്ക് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന കുറച്ച് സിനോണിംസ് ഉണ്ട്. ആ മീനിങ്ങുകളാണ് നമ്മൾ തരുന്നത്. അപ്പം പ്രോക്സിമിറ്റി എന്ന് പറയുമ്പോൾ അടുപ്പം, സാമീപ്യം എന്നൊക്കെയാണ്. ക്ലോസ്നെസ്സും അതേപോലെ നിയർനെസ്സുമാണ് അതിന്റെ സിനോണിമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ പ്രോക്സിമിറ്റി എന്തൊക്കെയാണ് സിനോണിംസ്? ക്ലോസ്നെസ്, നിയർനെസ്. ക്ലോസ്നെസ്, നിയർനെസ്. ഡിസ്ഗസ്റ്റിംഗ് എന്താണ്? ഡിസ്ലൈക്ക് ആണ്, വെറുപ്പാണ് കേട്ടോ. ഡിസ്ഗസ്റ്റിംഗ്, ഡിസ്ലൈക്ക്, വെറുപ്പ്. ഡിസ്ഗസ്റ്റിംഗ്, ഡിസ്ലൈക്ക്, വെറുപ്പ്. ഇനി അബ്ഡക്റ്റ് എന്താണ്? അബ്ഡക്റ്റ് കിഡ്നാപ്പ് ആണ്, തട്ടിക്കൊണ്ടു പോവുക. അബ്ഡക്റ്റ്, കിഡ്നാപ്പ്, കിഡ്നാപ്പ്, തട്ടിക്കൊണ്ടു പോകുക. ഇനി എംബസൽ. എംബസൽ എന്താകുന്നു? മിസ്അപ്രോപ്രിയേറ്റ് ആണ്, അപഹരിക്കുക അല്ലെങ്കിൽ ദുർവിനിയോഗം എന്നാണ് മീനിങ്. എംബസലിന്റെ സിനോണിം മിസ്അപ്രോപ്രിയേറ്റ്. അപ്പൊ പറഞ്ഞു പഠിക്കുക. പ്രോക്സിമിറ്റി, ക്ലോസ്നെസ്, നിയർനെസ്. ഡിസ്ഗസ്റ്റിംഗ്, ഡിസ്ലൈക്ക്. അബ്ഡക്റ്റ്, കിഡ്നാപ്പ്. എംബസൽ, മിസ്അപ്രോപ്രിയേറ്റ്. അടുത്തത് എസ്തെറ്റിക്. എന്താണ് എസ്തെറ്റിക്? ബ്യൂട്ടിഫുൾ, മനോഹരമായ. എസ്തെറ്റിക് ബ്യൂട്ടിഫുൾ ആണ്, മനോഹരമായ എന്നാണ്. അടുത്തത് കണ്ടംപ്ലേറ്റ്. എന്താണ് കണ്ടംപ്ലേറ്റ്? ചിന്തിക്കുക. തോട്ട്ഫുൾ ആണ്. കണ്ടംപ്ലേറ്റ് സിനോണിം തോട്ട്ഫുൾ. എംബസൽ, മിസ്അപ്രോപ്രിയേറ്റ്, എസ്തെറ്റിക്, ബ്യൂട്ടിഫുൾ, കണ്ടംപ്ലേറ്റ്, തോട്ട്ഫുൾ. അടുത്ത കിൽഡ്. കിൽഡ് എന്താണ്? സ്ലെയിൻ ആണ്. കിൽഡ്, സ്ലെയിൻ ആണ്, കൊല്ലപ്പെട്ടു. കിൽഡ്, സ്ലെയിൻ, കൊല്ലപ്പെട്ടു. അടുത്ത വിസാർഡ്. വിസാർഡ് മജീഷ്യൻ ആണ്, മാന്ത്രികൻ. വിസാർഡ്, മജീഷ്യൻ, മാന്ത്രികൻ. അടുത്തത് എസെൻട്രിക്. എസെൻട്രിക് എന്താണ്? എസെൻട്രിക് പിക്യുലിയർ ആണ് കേട്ടോ. പിക്യുലിയർ, പിക്യുലിയർ വിചിത്രമായ എന്നാണ്. എസെൻട്രിക് എന്താണ്? പിക്യുലിയർ ആണ്, വിചിത്രമായ എന്നാണ്. അസർബിക് എന്താകുന്നു? ഷാർപ്പാണ്. അസർബിക്കിന്റെ സിനോണിമ് ഷാർപ്പാണ്, രൂക്ഷമായ, മൂർച്ചയുള്ള എന്നാണ്. അസർബിക്, ഷാർപ്പ്, രൂക്ഷമായ, മൂർച്ച ഉള്ള എന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രോക്സിമിറ്റി, ക്ലോസ്നെസ്, നിയർനെസ്. ഡിസ്ഗസ്റ്റിംഗ്, ഡിസ്ലൈക്ക്. അബ്ഡക്റ്റ്, കിഡ്നാപ്പ്. എംബസൽ, മിസ്അപ്രോപ്രിയേറ്റ്. എസ്തെറ്റിക്, ബ്യൂട്ടിഫുൾ. കണ്ടംപ്ലേറ്റ്, തോട്ട്ഫുൾ. കിൽഡ്, സ്ലെയിൻ. വിസാർഡ്, മജീഷ്യൻ. എസെൻട്രിക്, പിക്യുലിയർ. അസർബിക്, ഷാർപ്പ്. ഓക്കെ, നെക്സ്റ്റ്, പിക്ക് ദ കറക്റ്റ് ആന്റണിം ഫോർ അമിസ്. എന്താണ് അമിസിന്റെ ആന്റണിം? സ്റ്റാർട്ട് ആണോ, മാർഡ് ആണോ, ഇനാക്യുറേറ്റ് ആണോ, വിറ്റിയേറ്റഡ് ആണോ? ഇതെല്ലാം തെറ്റാണ്. ഇതൊന്നും ഈ ഒരു വേർഡിന്റെ ആന്റണിയുമായിട്ട് വരില്ല. കറക്റ്റ് എന്നുള്ളതാണ് ഇതിന്റെ ആന്റണിയുമായിട്ടുള്ളത് കേട്ടാ. എമിസ് ഇൻകറക്റ്റ്, അതിന് ഓപ്പോസിറ്റ് എന്താണ്? കറക്റ്റ് ആണ് വരിക. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റായിട്ടാണ് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയിരുന്നു കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ആന്റണിംസ് ഒന്ന് പഠിച്ചു പോകാം. റിജോയ്സ്. റിജോയ്സ് എന്താ? റിജോയ്സ് മീൻസ് ഹാപ്പി, സന്തോഷിക്കുക എന്നാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ദുഃഖം എന്താ? ഗ്രീവ് ആണ് കേട്ടോ. ഗ്രീവ്, ഗ്രീവ്, ഗ്രീവ്. അപ്പൊ റിജോയ്സ് സന്തോഷിക്കുക, ഓപ്പോസിറ്റ് ഗ്രീവ് ദുഃഖിക്കുക. അടുത്ത പേൽ. പേൽ എന്താകുന്നു? വിളറിയ എന്നാണ്. അപ്പൊ എന്താണ്? നല്ല രക്തമയം ഒക്കെയുള്ള ഓപ്പോസിറ്റ് എന്താ? റഡ്ഡി ആണ്. റഡ്ഡി, മുടിഞ്ഞാന്നൊരു മീനിങ് ഉണ്ട്. അതുപോലെ ചുവന്ന അല്ലെങ്കിൽ രക്തപ്രസാദമുള്ള എന്നൊക്കെയാണ് റഡ്ഡിയുടെ മീനിങ്. അപ്പൊ പേലിന്റെ ഓപ്പോസിറ്റ് റഡ്ഡിയാണ്. അപ്പൊ റിജോയ്സ് ഗ്രീവ് ആണ്, പേൽ റഡ്ഡിയാണ്. ക്യുസൻ, ക്യുസൻ മീൻസ് നിശ്ചലമായ അല്ലെങ്കിൽ ശാന്തമായ എന്നൊക്കെയാണ് ക്യുസെന്റിന്റെ മീനിങ്. ഓപ്പോസിറ്റ് എന്തായിരിക്കുന്നത്? ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെ, സജീവമായ, ചുണയുള്ള, ആക്റ്റീവ് ആണ് ഓപ്പോസിറ്റ്. അപ്പൊ ക്യുസെന്റ് ആക്റ്റീവ്, ക്യുസെന്റ് ഓപ്പോസിറ്റ് ആക്റ്റീവ്, ക്യുസെന്റ് ആന്റണിം ആക്റ്റീവ്.
അടുത്ത എക്സ്ട്രാ വേഗന്റ്, അമിതമായ, ഒരുപാട് ചിലവാക്കുന്ന. അപ്പൊ അതിന് ഓപ്പോസിറ്റ് എന്താ? പിശുക്കുള്ളതാണ്, മിതവ്യയമാണ്. എന്താ? ഫ്രൂഗൽ അഥവാ മൈസേർലി ആണ്. മൈസേർലി, ഫ്രൂഗൽ അഥവാ മൈസേർലി. എക്സ്ട്രാ വേഗത്തിന്റെ ഓപ്പോസിറ്റ് ഫ്രൂഗലും ഉണ്ട്, മൈസേർലിയും ഉണ്ട്. അടുത്തത് ഡെസ്ട്രോയ്. എന്താണ് ഡെസ്ട്രോയ്? നശിപ്പിക്കുക എന്നാണ്. അപ്പൊ എന്തായിരിക്കും? ബിൽഡ് ചെയ്യുക, നിർമ്മിക്കുക. ബിൽഡ്, നിർമ്മിക്കുകയാണ് ഓപ്പോസിറ്റ്. ഡെസ്ട്രോയ് ഓപ്പോസിറ്റ് ബിൽഡ്. റിജോയ്സ് ഓപ്പോസിറ്റ് ഗ്രീവ്. പെയിൻ ഓപ്പോസിറ്റ് റഡ്ഡി. ക്യുസെന്റ് ഓപ്പോസിറ്റ് ആക്റ്റീവ്. എക്സ്ട്രാ വേഗന്റ് ഓപ്പോസിറ്റ് ഫ്രൂഗലും ഉണ്ട്, മൈസേർലിയും ഉണ്ട്. ഡെസ്ട്രോയ് ഓപ്പോസിറ്റ് ബിൽഡ്. അടുത്ത പ്രൈഡ്. പ്രൈഡിന്റെ ആന്റണിം എന്താണ്? പ്രൈഡ് അഹംഭാവം അല്ലെങ്കിൽ അഹങ്കാരം അഥവാ അഭിമാനം എന്നൊക്കെയാണ്. ഗർവം എന്നൊക്കെയാണ് പ്രൈഡ് മീൻസ്. അതിന് ഓപ്പോസിറ്റ് എന്താണ്? ഹ്യൂമിലിറ്റി ആണ്. പ്രൈഡ് ഓപ്പോസിറ്റ് ഹ്യൂമിലിറ്റി, വിനയം. പ്രൈഡ് ഓപ്പോസിറ്റ് ഹ്യൂമിലിറ്റി, വിനയം. അടുത്ത സീസ്, സ്റ്റോപ്പ് ചെയ്യുക എന്നാണ്. സീസ് മീൻസ് നിർത്തുക എന്നാണ്. അപ്പൊ തുടങ്ങുക, ബിഗിൻ ഉണ്ട്, സ്റ്റാർട്ട് ഉണ്ട്. ആരംഭിക്കുക, ബിഗിൻ, സ്റ്റാർട്ട്. സീസ്, ബിഗിൻ, സ്റ്റാർട്ട്. അപ്പൊ പ്രൈഡ്, ഹ്യൂമിലിറ്റി. പ്രൈഡ്, ഹ്യൂമിലിറ്റി. സീസ്, ബിഗിൻ, സ്റ്റാർട്ട്. അടുത്ത ഡെഫിസിറ്റ്, കമ്മി. അതിന് ഓപ്പോസിറ്റ് എന്താ? സർപ്ലസ് ആണ്, മിച്ചമാണ്. ഡെഫിസിറ്റ് ഓപ്പോസിറ്റ് സർപ്ലസ്. ഡെഫിസിറ്റ് ഓപ്പോസിറ്റ് സർപ്ലസ്. ഒന്നുകൂടെ, പ്രൈഡ്, ഹ്യൂമിലിറ്റി. സീസ്, ബിഗിൻ, സ്റ്റാർട്ട്. ഡെഫിസിറ്റ്, സർപ്ലസ്. അടുത്ത അസംബിൾ, കൂട്ടിച്ചേർക്കുക. അപ്പൊ ഓപ്പോസിറ്റ് എന്താ? ഡിസ്പേഴ്സ്, വെച്ചിതറുക, വിഭിന്നമായി പോവുക. ഡിസ്പേഴ്സ് ആണ് കേട്ടോ. അസംബിൾ ഓപ്പോസിറ്റ് ഡിസ്പേഴ്സ്. അസംബിൾ ഓപ്പോസിറ്റ് ഡിസ്പേഴ്സ്. അക്വിറ്റ്, കുറ്റവിമുക്തനാക്കുക. ഓപ്പോസിറ്റ് എന്താ? കൺവിക്റ്റ് ആണ്. അല്ലെങ്കിൽ കണ്ടമുണ്ട്, CONDEMN, കണ്ടം, കുറ്റക്കാരൻ എന്ന് വിധിക്കുക. കുറ്റവിമുക്തനാക്കുക, കുറ്റക്കാരൻ എന്ന് വിധിക്കുക. അക്വിറ്റ് ഓപ്പോസിറ്റ് കൺവിക്റ്റും ഉണ്ട്, കണ്ടമും ഉണ്ട്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് അക്വിറ്റ്, കൺവിക്റ്റ് എന്നാണ്. ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. കണ്ടം. ഓക്കെ. അപ്പൊ പ്രൈഡ് ഓപ്പോസിറ്റ് ഹ്യൂമിലിറ്റി. സീസ് ഓപ്പോസിറ്റ് ബിഗിൻ, സ്റ്റാർട്ട്. ഡെഫിസിറ്റ് ഓപ്പോസിറ്റ് സർപ്ലസ്. അസംബിൾ ഓപ്പോസിറ്റ് ഡിസ്പേഴ്സ്. അക്വിറ്റ് ഓപ്പോസിറ്റ് കൺവിക്റ്റ്, അതേപോലെ കണ്ടം. 7th question. Choose the correct question tag. You are coming with us, comma dash question mark. Option A, aren't you? Option B, are you? Option C, don't you? Option D, will you? ഇവിടെ ആൻസർ എന്താണ്? ആറിന്റെ യു ആകുന്നു. എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം തീർച്ച വരുത്തുവാനായി ഉപയോഗിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആരംഭിക്കുന്നത് എല്ലായ്പ്പോഴും ഒരു ഓക്സിലറി വെർബിലാണ്. അപ്പോൾ ഇവിടെ ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. ഇത് യു ആർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഓക്സിലറി വെർബിനെ അങ്ങ് എഴുതി. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ്. ഈ സെന്റൻസിൽ ഓരോ വേർഡും നിങ്ങൾ എടുത്തു നോക്കുക. ഈ സെന്റൻസിൽ ഒരു നെഗറ്റീവ് വേർഡും വന്നിട്ടില്ല. എന്താണ് നെഗറ്റീവ് വേർഡ്സ്? നോ, നോട്ട്, നത്തിങ്, നെവർ, നില്ല്, നോറ്, നെയ്തർ, സ്കേഴ്സ്ലി, ബെയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ എക്സെട്ര. ഇവയൊക്കെയാണ് നെഗറ്റീവ് വേർഡ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് വേർഡും നമ്മൾ ഈ സെന്റൻസിൽ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ സെന്റൻസിൽ നെഗറ്റീവ് വേർഡുകൾ ഒന്നും വന്നിട്ടില്ല. നമ്മുടെ സെന്റൻസിൽ നെഗറ്റീവ് വേർഡുകൾ ഒന്നും വന്നിട്ടില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ആ സെന്റൻസ് പോസിറ്റീവ് ആണ്. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകണം. ഇവിടെ നെഗറ്റീവ് വേർഡ് ഒന്നുമില്ല. ഈ സെന്റൻസ് എന്താകുന്നു? പോസിറ്റീവ് ആകുന്നു. അപ്പോൾ ടാഗ് നെഗറ്റീവ് ആകണം. നമ്മൾ നോട്ട് ചേർക്കണം. ആറിനോടൊപ്പം നോട്ട് ചേർത്തു. ഷോർട്ട് ഫോം ആണ് എഴുതുക. ആറിന്റെ പ്രോനൗൺ യുവിൽ തുടങ്ങുമ്പോൾ
പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് അഥവാ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ യു തന്നെയാണ് ഉപയോഗിക്കുക. സോ ആറിന്റെ യു എന്ന് ടാഗ് എഴുതി. യു ആർ കമ്മിങ് വിത്ത് അസ്, ആറിന്റ് യു? ഓക്കെ, ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ടുണ്ട്. ആറ് സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം. നോട്ട് ചേർത്തു, ആറിന്റെ പ്രോനൗൺ യു എഴുതി. സെന്റൻസിൽ നെഗറ്റീവ് വേർഡ് ഉണ്ടെങ്കിൽ സെന്റൻസ് നെഗറ്റീവ് ആണ്, അപ്പൊ ടാഗ് പോസിറ്റീവ് ആകും. അങ്ങനെ വന്നാൽ ആർ യു എന്നൊക്കെ എഴുതിയാൽ മതി. ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. എ പേഴ്സൺ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ ഹു റൈറ്റ്സ് ഡിക്ഷണറീസ്. എന്താണ്? ഓപ്ഷൻ എ ഹിസ്റ്റോറിയൻ ആണോ, അതോ ഓപ്ഷൻ ബി ലെക്സിക്കോഗ്രാഫർ ആണോ, ഓപ്ഷൻ സി ലിംഗ്വിസ്റ്റ് ആണോ, അതോ എഡിറ്റർ ആണോ? ഡിക്ഷണറി എഴുതുന്ന ആളെ വിളിക്കുന്ന പേര് എന്താകുന്നു? ലെക്സിക്കോഗ്രാഫർ എന്നാകുന്നു. ഇത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കുറെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണാതെ പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ ഇത്തരം ക്വസ്റ്റ്യനുകളുടെ ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. മാക്സിമം വായിച്ചിരിക്കുക. നമുക്ക് കുറച്ച് വൺ വേർഡ് നോക്കാം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നോക്കാം. ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്, കല്യാണം കഴിക്കാത്തത്. ബ്രഹ്മചര്യം എന്താണ്? സെലിബസി ആണ്. അപ്പൊ വൺ വേർഡ് ആണ്. ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്, ബ്രഹ്മചര്യം എന്താണ്? സെലിബസി. അതിന് പറയുന്ന വൺ വേർഡ് സെലിബസി എന്നാണ്. സെലിബസി. ഓക്കെ, അടുത്തത് ഹാവിംഗ് മോർ ദാൻ വൺ വൈഫ് അറ്റ് എ ടൈം. ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ, മീൻസ് ബഹുഭാര്യത്വം എന്ന് മലയാളത്തിൽ പറയും. അതിന് പറയുന്ന വൺ വേർഡ് ആണ് പോളിഗമി. ഇപ്പൊ ഒരുപാട് ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഭയങ്കര ഗമയായിരിക്കും എന്ന് ഓർക്കുക. അപ്പൊ പോളിഗമി. ഓക്കെ, ഹാവിംഗ് മോർ ദാൻ വൺ വൈഫ് അറ്റ് എ ടൈം, ബഹുഭാര്യത്വം എന്താണ്? പോളിഗമി ആണ്. അപ്പൊ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്, സെലിബസി. ഹാവിംഗ് മോർ ദാൻ വൺ വൈഫ് അറ്റ് എ ടൈം, പോളിഗമി. അടുത്തത് ദ കസ്റ്റം ഓഫ് ഹാവിംഗ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം ഒന്നിലധികം ഹസ്ബൻഡുമാരുണ്ടെങ്കിൽ, മീൻസ് ബഹുഭർത്തൃത്വം എന്താണ്? പോളിയാൻഡ്രി ആണ്. പോളിയാൻഡ്രി. ഓക്കെ, അപ്പൊ നോക്കാം. The state of being unmarried, celibacy. Having more than one wife at a time, polygamy. The custom of having more than one husband at the same time, polyandry. A person who hates marriage, വിവാഹം ഇഷ്ടപ്പെടുന്നില്ല, വിവാഹ വിദ്വേഷി എന്താണ്? മിസോഗമിസ്റ്റ് ആണ് കേട്ടോ. മിസോഗമിസ്റ്റ്. A person who hates marriage, വിവാഹ വിദ്വേഷി, വൺ വേർഡ് മിസോഗമിസ്റ്റ്. അപ്പൊ നാലെണ്ണം ഒന്നുകൂടെ പറയാം. ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്, സെലിബസി. ഹാവിംഗ് മോർ ദാൻ വൺ വൈഫ് അറ്റ് എ ടൈം, polygamy. The custom of having more than one husband at the same time, polyandry. A person who hates marriage, misogamist. Next one. A person who hates women, സ്ത്രീ വിദ്വേഷി, സ്ത്രീകളെ വെറുക്കുന്ന ആള് എന്താണ്? മിസോഗൈനിസ്റ്റ് ആണ്. ഗൈനക്കോളജി സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കണക്ട് ചെയ്യാം. മിസോഗൈനിസ്റ്റ്. A person who hates women, സ്ത്രീ വിദ്വേഷി എന്താണ്? മിസോഗൈനിസ്റ്റ് ആണ്. A person who sells illegal drugs or stolen goods, means വ്യാജ വിൽപ്പനക്കാരൻ. A person who sells illegal drugs or stolen goods, illegal drugsഉം അല്ലെങ്കിൽ മോഷ്ടിക്കുന്ന സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന വ്യാജ വിൽപ്പനക്കാരനെ വിളിക്കുന്ന വൺ വേർഡ് എന്താ? പെഡ്ലർ ആണ്. PEDDLER, പെഡ്ലർ ആണ്. അതേപോലെ ആൻസർ വരുന്നു, സ്പെല്ലിംഗ് വ്യത്യാസമാണ്. A person who goes from place to place selling small items, സാധനങ്ങൾ കൊണ്ട് നടന്ന്, ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ട് നടന്ന് വിൽക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേര് പെഡ്ലർ ആണ്. PEDLER. ഇത് PEDDLER, ഇത് PEDLAR ആണ്. സ്പെല്ലിംഗ് ഒന്ന് നോക്കുക. ഇതെന്താണ്? വ്യാജ വിൽപ്പനക്കാരൻ. എ പേഴ്സൺ ഹു സെൽസ് ഇല്ലീഗൽ ഡ്രഗ്സ് ഓർ സ്റ്റോളൻ ഗുഡ്സ് ആണെങ്കിൽ പെഡ്ലറും. എ പേഴ്സൺ ഹു ഗോസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് സെല്ലിംഗ് സ്മാൾ ഐറ്റംസ്, ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ട് നടന്ന് വിൽക്കുന്ന ആളെ നമ്മൾ പെഡ്ലർ എന്ന് വിളിക്കുന്നു. രണ്ടും പ്രൊനൗൺസിയേഷൻ ഒരേപോലെ തോന്നും.
സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ ഹു കനോട്ട് റീഡ് ആൻഡ് റൈറ്റ്. എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത ആള്, നിരക്ഷരൻ. എന്താണ്? ഇല്ലിറ്ററേറ്റ് ആണ്. ഇല്ലിറ്ററേറ്റ്. വൺ ഹു കനോട്ട് റീഡ് ആൻഡ് റൈറ്റ്, നിരക്ഷരൻ. ഇല്ലിറ്ററേറ്റ്. ഇല്ലിറ്ററേറ്റ്. അടുത്തത് വൺ ഹു നോസ് മെനി ലാംഗ്വേജ്, ഒരുപാട് ലാംഗ്വേജ്. ബഹുഭാഷാ പണ്ഡിതൻ. എന്താ? ലിംഗ്വിസ്റ്റ് അഥവാ മൾട്ടി ലിംഗ്വൽ ആണ്. രണ്ടുമുണ്ട്. വൺ ഹു നോസ് മെനി ലാംഗ്വേജ്, ഒരുപാട് ഭാഷകൾ അറിയാവുന്ന ആള്. ബഹുഭാഷാ പണ്ഡിതൻ എന്നൊക്കെ മലയാളത്തിൽ പറയാം. അതിന്റെ വൺ വേർഡ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റും ഉണ്ട്, മൾട്ടി ലിംഗ്വലും ഉണ്ട്. ലിംഗ്വിസ്റ്റും ഉണ്ട്, മൾട്ടി ലിംഗ്വലും ഉണ്ട്. എ പേഴ്സൺ ഹു ക്യാൻ സ്പീക്ക് 2 ലാംഗ്വേജസ്, ദ്വിഭാഷ, 2 ഭാഷകൾ സംസാരിക്കുന്ന ആളെ വിളിക്കുക. 2 ബൈ എന്ന് പറയത്തില്ലയോ? അപ്പൊ ബൈ ലിംഗ്വൽ എന്ന് കണക്ട് ചെയ്യുക. ബൈ ലിംഗ്വൽ. ഇത് രണ്ടും ഒന്നുകൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. വൺ ഹു നോസ് മെനി ലാംഗ്വേജസ്, ഒരുപാട് ഭാഷ സംസാരിക്കുന്ന ആള്. ബഹുഭാഷാ പണ്ഡിതൻ, ലിംഗ്വിസ്റ്റും ഉണ്ട്, മൾട്ടി ലിംഗ്വലും ഉണ്ട്. എ പേഴ്സൺ ഹു ക്യാൻ സ്പീക്ക് 2 ലാംഗ്വേജസ്, 2 ഭാഷ സംസാരിക്കുന്ന ആൾ. എന്താ? ബൈ ലിംഗ്വൽ ആണ്. അപ്പൊ എല്ലാം കൂടെ ഒന്നുകൂടെ പറയാം. എ പേഴ്സൺ ഹു ഹേറ്റ്സ് വുമൺ, മിസോഗൈനിസ്റ്റ്. എ പേഴ്സൺ ഹു സെൽസ് ഇല്ലീഗൽ ഡ്രഗ്സ് ഓർ സ്റ്റോളൻ ഗുഡ്സ്, peddler. A person who goes from place to place selling small items, peddler. One who cannot read and write, illiterate. One who knows many language, linguist ഉണ്ട്, multilingual ഉണ്ട്. A person who can speak 2 languages, bilingual. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. സ്പെല്ലിംഗ് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷോഫർ, ഇതാണ് കറക്റ്റ്. CHAUFFEUR ആണ് ഷോഫറിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ്. CHAUFFEUR. ഇനി നമുക്ക് കുറച്ച് സ്പെല്ലിങ്ങുകളിലോട്ട് പോകാം. ലുക്കീമിയ. എന്താണ് ലുക്കീമിയയുടെ സ്പെല്ലിങ്? LEUKAEMIA. 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 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ കിട്ടും. LEUKAEMIA. അടുത്ത അനീമിയ. അനഇമിയ എന്ന് എഴുതിയാൽ മതി. ANA അനഇമിയ. EMIA അനഇമിയ. അനസ്തേഷ്യ. ANAESTHESIA. ANAESTHESIA. അനസ്തേഷ്യ. ANAESTHESIA അനസ്തേഷ്യ. അടുത്ത നിമോണിയ. PNEU പിന്നെ മോണിയ. MONIA. PNEU MONIA നിമോണിയ. അടുത്ത ഷാംപെയിൻ, വീഞ്ഞാണ് കേട്ടോ. ചമ്പാഗ്നി എന്ന് എഴുതിയാൽ മതി. CHAMPAGNE. ഷാംപെയിൻ എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഷാംപെയിൻ. എന്താ? ചമ്പാഗ്നി എന്ന് എഴുതുക. ചമ്പ CHAMPA. ഗ്നി GNE. അടുത്ത മെയിൻ്റെനൻസ്. ആദ്യം മെയിൻ എഴുതുക MAIN. ഇനി 10 എഴുതുക TEN. ഇനി എൻസ് എഴുതുക ANCE. മെയിൻ 10 എൻസ് MEINTENANCE. മെയിൻ്റെനൻസ്. അടുത്ത ബൂർഷ്വ. എന്താണ് ബൂർഷ്വ? BOURGEOIS. 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 ബൂർഷ്വ. അടുത്ത എൻസൈക്ലോപീഡിയ. ENCYCLOPAEDIA. ഇവിടെ ഒരു A ഉണ്ടെന്ന് ഓർക്കുക. നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് ഫോളോ ചെയ്യുന്നത്. ഈ പല ലുക്കീമിയ പല വേർഡുകളും കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും വേറെ രീതിയിലും എഴുതാലോ, സ്പെല്ലിംഗ് അത് ശരിയല്ലേ, അത് അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരിക്കും. നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ആൻസർ ഏതാണോ ഉള്ളത്, സ്പെല്ലിംഗ് എന്താണോ ഉള്ളത്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. എൻസൈക്ലോപീഡിയയുടെ സ്പെല്ലിംഗ് ENCYCLOPAEDIA. ENCYCLOPAEDIA. അപ്പൊ നമുക്ക് ഈ വരി ഒന്നുകൂടെ പഠിക്കാം. ലുക്കീമിയ. LEUKAEMIA.
LEUKAEMIA, LEUKAEMIA. Anemia, ANAEMIA, anemia. Anesthesia, ANAESTHESIA, anesthesia. Pneumonia, PNEUMONIA, pneumonia. Champagne, ചമ്പാഗ്നി എഴുതുക, CHAMPAGNE. Maintenance, MAIN, main, TEN, ANCE, MAINTENANCE. Bourgeois, 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 bourgeois. Encyclopedia, ENCYCLOPAEDIA. അതായത് entrepreneur, entrepreneur എന്താണ്? ENTREPRENEUR, entrepreneur. അടുത്ത omelette, omelette എന്താ? OMELETTE, 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 omelette. Colleague എന്താണ്? colleague, COLLEAGUE, colleague. സ്പെല്ലിംഗ് എന്താകുന്നു? COLLEAGUE, colleague. Laziness, 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 laziness. അടുത്തത് hemorrhage, hemorrhage, HAEMORRHAGE, hemorrhage. Occasionally, 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 occasionally. Omission, 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 omission. Annually, 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 annually. For entrepreneur, ENTREPRENEUR. Omelette, OMELETTE. Colleague, COLLEAGUE. Laziness, LAZINESS. Hemorrhage, HAEMORRHAGE. Occasionally, OCCASIONALLY. Omission, OMISSION. Annually, ANNUALLY. പത്താമത്തെ question. Choose the correct tense of the verb given in brackets. By next month, she dash her internship. Option A, complete. Option B, has completed. Option C, will complete. Option D, will have completed. Answer option D ആകുന്നു. will have completed ആണ്. എന്തുകൊണ്ട് നമ്മൾ will have completed എന്ന ആൻസറിലോട്ട് എത്തി നോക്കാം. ഇവിടെ നമ്മൾ ഒരു ടൈം വേർഡ് കണ്ടു. ഏതാണ് നമ്മൾ കണ്ട ടൈം വേർഡ്? ബൈ നെക്സ്റ്റ് മന്ത് ആണ്. അപ്പൊ ബൈ വന്നിട്ട് ഇനി വരാൻ പോകുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ സെന്റൻസിൽ ഉണ്ടെങ്കിൽ അവയൊക്കെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആണെന്ന് മനസ്സിലാക്കുക. ബൈ നെക്സ്റ്റ് മന്ത്, ബൈ വന്നിട്ട് ഇനി വരാൻ പോകുന്ന എന്തെങ്കിലുമൊക്കെ വന്നാൽ അതൊക്കെ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ്. എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടെൻസ് ഫോർമാറ്റ്? സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടെൻസ് ഫോർമാറ്റ്. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്.
സോ നമ്മൾ ഷീ വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്ന് എഴുതി. അപ്പോൾ ബൈ നെക്സ്റ്റ് മന്ത് കണ്ടതുപോലെ ഫ്യൂച്ചർ പെർഫെക്റ്റിന് ടൈം വേർഡ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഇപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ഫോർമാറ്റ് ഒന്നുകൂടെ പറയുകയാണ്. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ടൈം വേർഡ്സ് ഇവയൊക്കെയാണ്. ഈ ബൈ ദ ടൈമോ അല്ലെങ്കിൽ ബൈ ദിസ് ടൈമോ ബൈ ദാറ്റ് ടൈമോ ഒക്കെ വന്നിട്ട് അവയോടൊപ്പം ടുമാറോ എന്നോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ എന്നോ നെക്സ്റ്റ് വീക്ക് എന്നോ നെക്സ്റ്റ് മന്ത് എന്നോ നെക്സ്റ്റ് ഇയർ എന്നോ ഒക്കെ ഇവയോടൊപ്പം ഇവയിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ അവ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആണെന്ന് മനസ്സിലാക്കുക. ബൈ ദ ടൈം ടുമാറോ, by the time next day, by the time next week, by the time next month, by the time next year, by this time tomorrow, by this time next day, by this time next month. ഇനി by this time ഇതൊക്കെ ചേർത്തിട്ട് അതിനോടൊപ്പം നെക്സ്റ്റ് ഏതെങ്കിലും ദിവസങ്ങളൊക്കെ വരാം. നെക്സ്റ്റ് സൺഡേ, നെക്സ്റ്റ് മൺഡേ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചത് കണ്ടോ, ബൈ നെക്സ്റ്റ് മന്ത് എന്നാണ്. അപ്പൊ മന്തും ഇയറും അങ്ങനെ എന്തും വരാം. മന്തും ഇയറും എന്തും വരാം. മന്ത് ആണ് ഇപ്പൊ ചോദിച്ചത്. അതേപോലെ ദിവസങ്ങൾ ഏതും എടുത്ത് പറയാം. ബൈ നെക്സ്റ്റ് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അങ്ങനെയുള്ള ദിവസങ്ങളും വരാം. ഇവയൊക്കെ വന്നാൽ ഇവയൊക്കെ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ്സ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ബൈ ദ ടൈം, ബൈ ദിസ് ടൈം, ബൈ ദാറ്റ് ടൈം ഒക്കെ വന്നിട്ട് അവയോടൊപ്പം ടുമാറോ എന്നോ നെക്സ്റ്റ് ഡേ എന്നോ നെക്സ്റ്റ് വീക്ക് എന്നോ നെക്സ്റ്റ് മന്ത് എന്നോ നെക്സ്റ്റ് ഇയർ എന്നോ അല്ലെങ്കിൽ നെക്സ്റ്റ് സൺഡേ എന്നോ ഒക്കെ വന്നാൽ അതൊക്കെ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആകുന്നു. ബാക്കി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ്സ് എന്ന് നമുക്ക് നോക്കാം. ബൈ ടുമാറോ, ബൈ വന്നിട്ട് ടുമാറോ എന്ന് കടന്നാൽ അതും ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണെന്ന് മനസ്സിലാക്കുക. ബൈ ടുമാറോ. ഈ ബൈ ദിസ് വീക്ക് ഓർ മന്ത് ഓർ ഇയർ, ബൈ ദിസ് വീക്ക് എന്നോ ബൈ ദിസ് മന്ത് എന്നോ അല്ലെങ്കിൽ ബൈ ദിസ് ഇയർ എന്നോ കടന്നാൽ അതും ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ്. ബൈ നെക്സ്റ്റ് ചേർത്തിട്ട് എന്ത് വന്നാലും ബൈ നെക്സ്റ്റ് വീക്ക് എന്നോ ബൈ നെക്സ്റ്റ് മന്ത് എന്നോ ബൈ നെക്സ്റ്റ് ഇയർ എന്നോ വന്നാൽ അതും ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ്. ഇനി ബൈ നെക്സ്റ്റ് ചേർത്തിട്ട് ഏതെങ്കിലും ദിവസങ്ങൾ വരാം. ബൈ നെക്സ്റ്റ് സൺഡേ, ബൈ നെക്സ്റ്റ് മൺഡേ, ബൈ നെക്സ്റ്റ് സാറ്റർഡേ എന്നൊക്കെ വന്നാൽ അതും ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ്. ബൈ നെക്സ്റ്റ് ഡിസംബർ, ബൈ നെക്സ്റ്റ് വന്നിട്ട് ഏതെങ്കിലും ഒക്കെ മാസങ്ങൾ വന്നാൽ ബൈ നെക്സ്റ്റ് ഡിസംബർ, ബൈ നെക്സ്റ്റ് ജനുവരി, ബൈ നെക്സ്റ്റ് ഏപ്രിൽ എന്നൊക്കെ വന്നാൽ അതും ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ബൈ വന്നിട്ട് ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു വർഷം വന്നാൽ ബൈ 2029, ഇപ്പൊ ബൈ വന്നിട്ട് ഇനി വരാൻ പോകുന്ന ഒരു വർഷമാണ് വന്നിരിക്കുന്നത്, അങ്ങനെ വന്നാൽ അതും ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ്. ബൈ വന്നിട്ട് എന്തെങ്കിലും സമയങ്ങൾ വന്നാൽ അതും ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ്. ബൈ 5 o'clock or 5 PM. ആൻഡ് ഇത് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ വന്നതാണ്. ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത് ഓർ ഇയർ, ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത് ഓർ ഇയർ അങ്ങനെയൊക്കെ വന്നാൽ അതും ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ബൈ വരുന്ന 99% എന്താ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ്. പക്ഷെ ബൈ ദ ടൈം ഒക്കെ വന്നിട്ട് ഇവിടെ നെക്സ്റ്റ് എന്ന് വന്നതിന് പകരം ലാസ്റ്റ് എന്നും പറഞ്ഞു വന്നാൽ ലാസ്റ്റ് ഡേ എന്നോ ലാസ്റ്റ് വീക്ക് എന്നോ ലാസ്റ്റ് മന്ത് എന്നോ ലാസ്റ്റ് ഇയർ എന്നോ ബൈ ദിസ് ടൈം ലാസ്റ്റ് ഡേ, ബൈ ദിസ് ടൈം ലാസ്റ്റ് മന്ത് അങ്ങനെ ലാസ്റ്റ് എന്നും പറഞ്ഞു വന്നാൽ അതെന്തായിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആയിരിക്കും. ബാക്കി ബൈ വരുന്ന എല്ലാം ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ബൈ ദ ടൈം, ബൈ ദിസ് ടൈം ഒക്കെ വന്നിട്ട് ടുമാറോ, നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ ഇങ്ങനെ വന്നാൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ്. ബൈ ടുമാറോ എന്ന് വന്നാൽ ബൈ ദിസ് വീക്ക് ഓർ മന്ത് ഓർ ഇയർ, ബൈ നെക്സ്റ്റ് വീക്ക് ഓർ മന്ത് ഓർ ഇയർ, ബൈ നെക്സ്റ്റ് ഏതെങ്കിലും ദിവസം, ബൈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഏതെങ്കിലും മാസം, ബൈ എന്നും പറഞ്ഞ് ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും വർഷം, ബൈ വന്നിട്ട് ഏതെങ്കിലും സമയങ്ങൾ, അല്ലെങ്കിൽ ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത് ഓർ ഇയർ ഇവയൊക്കെ വന്നാൽ ഇവയൊക്കെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ ടൈം വേർഡ്സ് ആണെന്ന് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള കുറച്ച് എക്സാമ്പിൾസ് അവിടെ നിന്ന് വന്നിട്ടുള്ള 2 എക്സാമ്പിൾ നമുക്ക് ചെയ്തു പോകാം. ബൈ ദിസ് ടൈം ടുമാറോ മൈ അങ്കിൾ ഡാഷ് ഇൻ ദുബായ്. ഓപ്ഷൻ എ വിൽ ലാൻഡ്, ഓപ്ഷൻ ബി ഹാഡ് ലാൻഡഡ്, ഓപ്ഷൻ സി ലാൻഡഡ്, ഓപ്ഷൻ ഡി വിൽ ഹാവ് ലാൻഡഡ്. ഏതാണ് നിങ്ങളുടെ ആൻസർ? ആൻസർ
ഓപ്ഷൻ ഡി ആകുന്നു വിൽ ഹാവ് ലാൻഡഡ് ആകുന്നു. അവിടെ നമ്മൾ എന്താ കണ്ടത്? ബൈ ദിസ് ടൈം ടുമാറോ എന്ന് കണ്ടു. ബൈ ദിസ് ടൈം ടുമാറോ എന്നുള്ളത് എന്തിന്റെ ടൈം വേർഡ് ആകുന്നു? ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആകുന്നു. ആൻഡ് ബൈ ദിസ് ടൈം ടുമാറോ, ബൈ ദിസ് ടൈം ടുമാറോ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ഫോർമാറ്റ് വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. മൈ അങ്കിൾ എന്ന സബ്ജക്റ്റിന് ശേഷം വിൽ എഴുതി, ഹാവ് എഴുതി, ലാൻഡഡ് എന്ന് V3 ഫോം എഴുതി. ആൻസർ നമുക്ക് വേഗം കിട്ടി. അടുത്തത് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ അനു ഡാഷ് എ സ്റ്റുഡന്റ് ഇൻ ദിസ് സ്കൂൾ ഫോർ 6 years. ഓപ്ഷൻ എ ഹാസ് ബീൻ, ഓപ്ഷൻ ബി വിൽ ബി, ഓപ്ഷൻ സി ഹാവ് ബീൻ, ഓപ്ഷൻ ഡി വിൽ ഹാവ് ബീൻ. അവിടെ ഓപ്ഷൻ ഡി വിൽ ഹാവ് ബീൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ, അവിടെ കണ്ട ടൈം വേർഡ് അത് തന്നെയാണ്. ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ, ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത് ഓർ ഇയർ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ എന്നുള്ളത് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ്. വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. അനു വിൽ ഹാവ് ബീൻ എന്ന് എഴുതി. ഈ ബീൻ എന്ന് പറയുന്നത് V3 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ബീൻ എന്താകുന്നു? V3 ആകുന്നു. ബീൻ എന്ന് പറയുന്നത് V3 ആകുന്നു. ബി ഫോംസിൽ ബിയുടെ വിവിധ രൂപങ്ങളാണ് ഈസും ആമും ആറും വാസും വേറും ഒക്കെ. അതിൽ ബിയുടെ പ്രസന്റ് ഫോം, ഈ ബി ഫോം കേട്ടോ, ഈ ബി ഫോം ബിയുടെ പ്രസന്റ് ഫോം V1 ഫോം ആണ് ഈസ് ആം ആർ എന്നിവ. ബിയുടെ V2 ഫോം പാസ്റ്റ് ഫോം ആണ് വാസ് വെയർ എന്നിവ. ഈ ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മീൻസ് V3 ഫോം ആണ് ഈ ബീൻ എന്ന് പറയുന്നത്. ബിയുടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ING ഫോം ആണ് എന്ത്? ബീയിങ്, BEING ബീയിങ് എന്ന് പറയുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, which of the following compound words is formed with an adverb plus verb? നമ്മുടെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഡ്രോബാക്ക്, ഇൻകം, ഓവർകോട്ട്, മൂൺലൈറ്റ്. കൂടുതൽ ഒന്നും ചിന്തിക്കേണ്ട. ആഡ്വർബ്, വെർബ്, ആ ഒരു ഫോർമാറ്റിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വേർഡ്സ് ഈസ് ഫോംഡ് വിത്ത് ആൻ ആഡ്വർബ് പ്ലസ് വെർബ്. അപ്പൊ കോമ്പൗണ്ട് വേർഡ് അതായത് പൂർണ്ണ അർത്ഥമുള്ള രണ്ട് സിമ്പിൾ വേർഡ്സ് ചേർന്നുണ്ടാകുന്ന പുതിയ പദത്തെയാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് വിളിക്കുക. ടേബിൾ ക്ലോത്ത്, നെക്ക് ടൈ, ക്ലാസ് റൂം, ക്ലാസ് റൂമും ചേർന്ന് ക്ലാസ് റൂം ഉണ്ടായി. ടേബിളും ക്ലോത്തും ചേർന്ന് ടേബിൾ ക്ലോത്ത് ഉണ്ടായി. ആർട്സും കോളേജും ചേർന്ന് ആർട്സ് കോളേജ് ഉണ്ടായി. അതാണ് ഈ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. അപ്പം ഒരു ആഡ്വർബ് വെർബ് ആ ഒരു കോമ്പിനേഷനിൽ ഫോം ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ഒന്നും നോക്കണ്ട, ആഡ്വർബ് വെർബ് എന്നാണ്. അപ്പൊ എന്താണ് ഈ ഇന്നൊരു ആഡ്വർബ് ആണ് കേട്ടോ. ഇന്ന് അതിനെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് പറയാനുണ്ട്. ഇവിടെ ആൻസർ ഇൻകം ആണ്. ഇന്നൊരു ആഡ്വർബ് ആണ്, കം ഒരു വെർബാണ്. അപ്പൊ ഇന്ന് ഒരു ആഡ്വർബ് കൂടിയാണെന്ന് ഓർത്തിരിക്കുക. പറഞ്ഞു തരണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, അങ്ങോട്ട് വലിച്ചു നീട്ടി പറയുന്നില്ല. ജസ്റ്റ് ഈ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നോക്കാം. വെർബ് കമ്മല്ല ഉള്ളൂ ഇവിടെ വെർബിൽ അവസാനിക്കുന്നത്. ബാക്കും കോട്ടും ലൈറ്റും ഒന്നും വെർബ് അല്ലല്ലോ. അപ്പൊ ആഡ്വർബ് വെർബ് എന്നുള്ള പാറ്റേൺ ഈ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടാൻ ഒറ്റ നോട്ടം മതി, കം ഉണ്ട്. അപ്പം ഇൻകം, ഇൻകം ആണ്. എന്ത്? ഇൻകം ആണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. ആഡ്വർബ് വെർബ് എന്നുള്ള കോമ്പിനേഷനിൽ ഫോം ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത് ഇൻകം ആണ്. വിച്ച് എമോങ് ദ ഫോളോയിങ് സെന്റൻസസ് ഈസ് കറക്റ്റ്ലി വേർഡഡ്? കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണ്? Scarcely he heard the news, he rushed to the place. He neither cares for his wife nor children. Hardly had he entered the room when a cat ran out. Gandhiji preached not only good ideals but practiced them too. Gandhiji preached not only good ideals but practiced them too. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആകുന്നു. ബാക്കിയൊക്കെ തെറ്റാണ്. ഓക്കെ, സ്കേഴ്സ്ലി he heard the news when he rushed to the place എന്നാണ് വരേണ്ടത്. ഇവിടെ when വരണം. അതുകൊണ്ട് ഈ സെന്റൻസ് തെറ്റാണ്. he neither care എന്ന് മതി കേട്ടോ, cares എന്ന് വേണ്ട. neither care for his wife nor children എന്നാണ്.
നെയ്തർ നോർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ, നെയ്തർ നോർ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ യോജിപ്പിക്കുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് എഴുതുക. ഇവിടുത്തെ സെക്കൻഡ് സബ്ജക്റ്റ് ചിൽഡ്രൻ ആണ്. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആണ്. ചിൽഡ്രൻ പ്ലൂറൽ ആയതുകൊണ്ട് അവിടെ ഉപയോഗിക്കേണ്ട വെർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. വെർബ് ഇവിടെ വന്നെന്ന് പറഞ്ഞ കുഴപ്പമില്ല, അവിടെ ഉപയോഗിക്കേണ്ട വെർബും എന്താണ്? പ്ലൂറൽ ആണ്. കെയർ എന്ന് വന്നാൽ മതിയായിരുന്നു. ഇവിടെ നോട്ട് ഓൺലി ബട്ട് ആൾസോ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തിരിക്കുന്നു. നോട്ട് ഓൺലി ഇവിടെ എന്ത് വേണം? ആൾസോ എന്ന് കൂടി വേണമായിരുന്നു. ബട്ട് ആൾസോ എന്ന് കൂടി വേണം. അതുകൊണ്ട് അതും തെറ്റാണ്. ഇത് കറക്റ്റ് ആണ്. ഹാർഡ്ലി വെൻ കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ്. ഹാർഡ്ലി വെൻ ഉപയോഗിച്ചാണ് ഇവിടെ ഏതോ രണ്ട് സെന്റൻസുകളെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഹാർഡ്ലി വെൻ ഉപയോഗിച്ച് രണ്ട് സെന്റൻസുകളെ ലിങ്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഘടനയിലാണ് സെന്റൻസ് കിടക്കേണ്ടത്. ആദ്യം ഹാർഡ്ലി എഴുതുന്നു, പിന്നീട് ഹാർഡ് എഴുതുന്നു, പിന്നീട് സബ്ജക്റ്റിന് ശേഷമാണ് വെർബ് എഴുതുക. ഹാർഡ്ലിക്ക് ശേഷം ഹാർഡ് എഴുതുമ്പോൾ സബ്ജക്റ്റിന് ശേഷം അപ്പുറത്ത് എന്തായിരിക്കും വെർബ് വരേണ്ടുന്നത്? V3 ആണ് വരിക. ഹാർഡ്ലിക്ക് ശേഷം എപ്പോഴും ഒരു ഹാർഡ് ആണ് നമ്മൾ ഓക്സിലറി വെർബായിട്ട് എഴുതുക. പിന്നീട് സബ്ജക്റ്റിന് ശേഷമാണ് V3 ഫോം കൊടുക്കുക. പിന്നീട് സെന്റൻസിന്റെ ഇടയ്ക്ക് കണക്ട് ചെയ്യാനായിട്ട് വെൻ ഉണ്ടായിരിക്കുമെന്നും ഓർക്കുക. അപ്പൊ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറഞ്ഞുതരാം, നോക്കുക. ഈ രണ്ട് സെന്റൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സെന്റൻസുകളെ നമുക്ക് ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ, ബെയർലി വെൻ മൂന്നിന്റെ പ്രയോഗം ഒരേപോലാണ്. മൂന്ന് ഉപയോഗിച്ച് നമ്മൾ ലിങ്ക് ചെയ്യുന്നത് ഒരേപോലാണ്. അപ്പൊ ഈ ഹാർഡ്ലിയും സ്കേഴ്സ്ലിയും ബെയർലി വെൻ ഇവ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ രണ്ട് സെന്റൻസുകളെ ലിങ്ക് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിപ്പോകാം. അപ്പൊ നോക്കേ, ഫോർമാറ്റ് ഇതാണ്. ആദ്യം നമ്മൾ ഹാർഡ്ലിയോ സ്കേഴ്സ്ലിയോ ബെയർലിയോ എഴുതുക. ആദ്യം നമ്മൾ ഹാർഡ്ലിയോ സ്കേഴ്സ്ലിയോ ബെയർലിയോ എഴുതുക. ശേഷം ഓക്സിലറി വെർബാണ് എഴുതുക. അതെല്ലായ്പ്പോഴും എന്ത് തന്നെ ആയിരിക്കും? ഹാർഡ് തന്നെ ആയിരിക്കും. അപ്പൊ ആദ്യം ഹാർഡ്ലി അഥവാ സ്കേഴ്സ്ലി അഥവാ ബെയർലി എഴുതി, പിന്നീട് ഓക്സിലറി വെർബായിട്ട് ഹാഡ് എഴുതി, പിന്നീട് സബ്ജക്റ്റ് എഴുതുക. സബ്ജക്റ്റിന് ശേഷമായിരിക്കണം വെർബ് എഴുതേണ്ടത്. ആ വെർബ് എല്ലായ്പ്പോഴും, അതായത് ഹാർഡ് വന്നാൽ നെക്സ്റ്റ് വെർബ് V3 ആയിരിക്കണ്ടേ? അപ്പൊ ആ വെർബ് എല്ലായ്പ്പോഴും V3 തന്നെ ആയിരിക്കും. പിന്നീട് നമ്മൾ ഒന്നാമത്തെ സെന്റൻസിന്റെ ബാലൻസ് എഴുതുന്നു. പിന്നെ രണ്ടാമത്തെ സെന്റൻസിന്റെ ആരംഭത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് കാണും. ആ വാക്കിനെ ഒഴിവാക്കിയിട്ട് വെൻ ചേർക്കുന്നു. ബാക്കി സെന്റൻസ് അതേപോലെ എഴുതാം. അപ്പൊ ഹാർഡ്ലിയോ സ്കേഴ്സ്ലിയോ ബെയർലിയോ ആദ്യം എഴുതണം, ശേഷം ഹാർഡ് എഴുതണം, പിന്നീട് സബ്ജക്റ്റ് എഴുതണം, പിന്നീട് V3 എഴുതണം, പിന്നീട് ഇടയ്ക്കൊരു വെൻ ഉണ്ടാകുമെന്നും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പൊ നമുക്കൊരു സെന്റൻസ് നോക്കാം. ദ ഡ്രൈവർ സോ ദ സിഗ്നൽ ക്വിക്ലി ഹി അപ്ലൈഡ് ദ ബ്രേക്ക്. ആണ് ഇതേപോലെ രണ്ട് സെന്റൻസുകൾ തരുന്നു. അതിനെ നമുക്ക് ഇപ്പൊ ഹാർഡ്ലി വെൻ ഉപയോഗിച്ച് നമുക്ക് ലിങ്ക് ചെയ്യാം. ഹാർഡ്ലി വെൻ ആയാലും സ്കേഴ്സ്ലി വെൻ ആയാലും ബെയർലി വെൻ ആയാലും ശരി തന്നെയാണ്, സെയിം തന്നെയാണ്. നമുക്ക് ആദ്യമേ ഹാർഡ്ലി വെൻ ഉപയോഗിച്ച് ലിങ്ക് ചെയ്യാം ഈ രണ്ട് സെന്റൻസുകൾ. എങ്ങനെയാ? ആദ്യം നമ്മൾ ഹാർഡ്ലി എഴുതി, ഓക്കെ. ശേഷം നമ്മൾ ഓക്സിലറി വെർബായിട്ട് ഹാർഡ് എഴുതണം. ഹാർഡ്ലി, ഹാഡ്, ഓക്കെ. ഇനി സബ്ജക്റ്റ് എഴുതുക. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? ദ ഡ്രൈവർ ആണ്. ദ ഡ്രൈവർ, ഓക്കെ. ഇനി വെർബ് എഴുതുന്നു. ഏതാണ് ഇവിടുത്തെ വെർബ്? ഏതാണ്? V3 ഫോം. ഏത് V3 ഫോം ആയിട്ടുള്ള വെർബാണ് എഴുതുക. ഇവിടെ സോ വന്നിരിക്കുന്നു. സി, സോ, സി, V1, V2, V3. അപ്പൊ അവിടെ V3 ഫോം ഏതാകുന്നു? സീൻ ആകുന്നു. ഹാർഡ്ലി, ഹാർഡ്, ദ ഡ്രൈവർ, സീൻ. ഇനി ബാലൻസ് എഴുതുക. ഏതാ? ദ സിഗ്നൽ, സിഗ്നൽ, ഓക്കെ. ഇനി രണ്ടാമത്തെ സെന്റൻസിന്റെ ആരംഭത്തിൽ കാണുന്ന വാക്ക് ഒഴിവാക്കി, ക്വിക്ലി ഒഴിവാക്കിയിട്ട് പകരം വെൻ ചേർക്കുക. വെൻ. ഇനി ബാലൻസ് എഴുതി അത് സെക്കൻഡ് ആക്ഷൻ അതേപോലെ എഴുതുക. ഹി അപ്ലൈഡ് ദ ബ്രേക്ക്. ഓക്കെ. അപ്പൊ ആൻസർ എങ്ങനെ കിട്ടി? ഹാർഡ്ലി ഹാഡ് ദ ഡ്രൈവർ seen the signal when he applied the brake. അപ്പൊ ഇതേപോലെ രണ്ട് സെന്റൻസുകൾ തന്നിട്ട് അതിനെ ഇങ്ങനെ ഹാർഡ്ലി വെൻ ഉപയോഗിച്ചൊക്കെ ലിങ്ക് ചെയ്ത തരം സെന്റൻസ് ആണ് നമുക്ക് ഇപ്പോൾ തന്നത്. അപ്പൊ ഇതേപോലെ എവിടെ ഡാഷ് ഇട്ട് ചോദിച്ചാലും ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഓർത്ത് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. അത്തരത്തിലുള്ള രണ്ട് മൂന്ന് എക്സാമ്പിളുകളിലോട്ട് നമുക്ക് പോകാം. ലിസൺ. Scarcely had he heard the news
Dash he rushed. Option A when, option B that, option C then, option D if. ആൻസർ എന്താ? when ആണ്. scarcely when. scarcelyയുടെ പേരെന്താണ്? when ആണ്. അതുകൊണ്ട് നമ്മൾ when എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. Dash seen me when he stopped the car. Option A hardly he had. Option B hardly had he. Option C hardly he. Option D none of these. ഇവിടെ ആൻസർ ഏതാ? ഹാർഡ്ലി ഹാഡ് ഹി ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹാർഡ്ലി ഹാർഡ് ഉപയോഗിച്ച് ലിങ്ക് ചെയ്തേക്കുവാണെന്ന് നമുക്ക് ഓപ്ഷൻ കണ്ടപ്പോൾ മനസ്സിലായി. എല്ലായിടവും ഹാർഡ്ലി ഉണ്ട്. ഹാർഡ്ലി എഴുതിയാൽ അതിനുശേഷം അതിനോട് ചേർന്ന് എഴുതേണ്ടുന്നത് ഹാർഡ് ആണ്. അപ്പൊ ഹാർഡ്ലി ഹാർഡ്. പിന്നീട് സബ്ജക്റ്റ് എഴുതിയിട്ടേ നമ്മൾ V3 ഫോം എഴുതാറുള്ളൂ. സോ ആൻസർ ഓപ്ഷൻ ബി ഹാർഡ്ലി ഹാഡ് ഹി ആണ്. ഹാർഡ്ലി ഹാഡ് ഹി seen me when he stopped the car. അടുത്ത എക്സാമ്പിൾ നോക്കേ. ഹാർഡ്ലി ഹാഡ് the TV channel dash cricket match when he fell asleep. Option A telecast, option B telecasting, option C telecasted, option D none of these. ഏതാ നിങ്ങളുടെ ആൻസർ? പലരുടെ മൈൻഡിലോട്ട് ടെലികാസ്റ്റഡ് ഓടി എത്തിയിരിക്കാം, പക്ഷേ ടെലികാസ്റ്റ് ആണ് ആൻസർ കേട്ടോ. ടെലികാസ്റ്റഡ് അല്ല, കാസ്റ്റ് എന്നാണ്. കാസ്റ്റ് എന്നാണ്. അപ്പൊ V3 എന്ത് തന്നെയാണ്? ടെലികാസ്റ്റ് തന്നെയാണ് കേട്ടോ. ഹാർഡ്ലി ഹാഡ് the TV channel telecast cricket match when he fell asleep എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Last Sunday I dashed bowling. Option A go, option B goes, option C was gone, option D went. ആൻസർ ഓപ്ഷൻ ഡി went ആകുന്നു. നമുക്ക് നോക്കാം എന്തുകൊണ്ട് നമ്മൾ ഇവിടെ went എന്ന ആൻസർ ചൂസ് ചെയ്തു. ഇവിടെയും നമ്മൾ ഒരു ടൈം വേർഡ് കണ്ടു. നമ്മൾ കണ്ട ടൈം വേർഡ് ഏതാകുന്നു? ലാസ്റ്റ് സൺഡേ എന്നുള്ളതാകുന്നു. അപ്പോൾ ലാസ്റ്റ് സൺഡേ എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആകുന്നു. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആണ് ലാസ്റ്റ് സൺഡേ എന്നുള്ളത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഐ എന്ന സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ V2 ഫോം എഴുതാം. ഗോ, വെന്റ്, ഗോൺ എന്നാണ് V2 ആയിട്ടുള്ള വെന്റ് എഴുതി. ഗോ, വെന്റ്, ഗോൺ. V1, V2, V3. Go, went, gone. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ് ഇതാണ്. സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഇവിടെ നമ്മൾ കണ്ടത് ലാസ്റ്റ് സൺഡേ ആണ്. ഈ ലാസ്റ്റ് ചേർത്ത് വരുന്നതെല്ലാം നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആയിട്ട് എടുക്കാം. അപ്പൊ നോക്കിയേ എന്തൊക്കെയാണ് ടൈം വേർഡ്സ്? yesterday, ago, last, before, previous, former. Yesterday, ago, last, before, previous, former. ഇവയെല്ലാം സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ്സ് ആണ്. yesterday, ago, last, before, previous, former. ലാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ലാസ്റ്റ് ഡേ വരാം, ലാസ്റ്റ് വീക്ക് വരാം, ലാസ്റ്റ് മന്ത് വരാം, ലാസ്റ്റ് ഇയർ വരാം. ഇനി ലാസ്റ്റ് ചേർത്ത് എന്തും വരാം. ലാസ്റ്റ് സൺഡേ, ലാസ്റ്റ് മൺഡേ, അങ്ങനെ ലാസ്റ്റ് ചേർത്ത് വരുന്നതൊക്കെ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് ടൈം വേർഡ്സ്. യെസ്റ്റർഡേ, എഗോ, ലാസ്റ്റ്, ബിഫോർ, പ്രീവിയസ്, ഫോർമർ എന്നിവയാണ്. ലാസ്റ്റ് വരുമ്പോൾ ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ ഇവയെല്ലാം അതിൽപ്പെടും. അടുത്തത് വി ഡാഷ് മനു യെസ്റ്റർഡേ. ഓപ്ഷൻ എ ഹാവ് മെറ്റ്, ഓപ്ഷൻ ബി മെറ്റ്, ഓപ്ഷൻ സി ഹാഡ് മെറ്റ്, ഓപ്ഷൻ ഡി വെയർ മെറ്റ്. ആൻസർ ഓപ്ഷൻ ബി ആകുന്നു, മെറ്റ് ആകുന്നു. ഇവിടെയും നമ്മൾ കണ്ടു യെസ്റ്റർഡേ എന്നുള്ള ടൈം വേർഡ്. യെസ്റ്റർഡേ എന്നുള്ള ടൈം വേർഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആകുന്നു.
സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റിന്റെ ഫോർമാറ്റ്. ബി എന്ന സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ V2 ഫോമായ മെറ്റ് യൂസ് ചെയ്തു. He dashed the SSLC examination 4 years ago. Option A had passed. Option B has passed. Option C would pass. Option D passed. ആൻസർ പാസ്ഡ്. ഇവിടെയും എന്താ കണ്ടത്? എഗോ എന്ന ടൈം വേർഡ് കണ്ടു. എഗോ എന്ന ടൈം വേർഡ് കണ്ടപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആണെന്ന് മനസ്സിലാക്കി. സബ്ജക്റ്റിന് ശേഷം നമ്മൾ വെർബിന്റെ V2 ഫോം യൂസ് ചെയ്തു. പാസ്ഡ് ആണ് V2, പാസ്ഡ് എഴുതി. I dashed Ooty last week. Option A have visited. Option B visited. Option C had visited. Option D none of these. Answer ഓപ്ഷൻ ബി ആണ്, വിസിറ്റഡ് ആണ്. അവിടെയും നമ്മൾ കണ്ടു ലാസ്റ്റ് വീക്ക് എന്ന ടൈം വേർഡ്. ലാസ്റ്റ് വീക്ക് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആണ്. സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ V2 ഫോം ആണ് ഉപയോഗിക്കുക. നമ്മൾ വിസിറ്റഡ് എന്ന് ഉപയോഗിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു മേക്ക് ദ സെന്റൻസ് മീനിങ്ഫുള്ളി കംപ്ലീറ്റ്. It is high time that you dash a doctor. Option A consult. Option B consulted. Option C shall consult. Option D should consult. ഇവിടെ ആൻസർ കൺസൾട്ടഡ് ആണ്. ടു കൺസൾട്ട് എന്ന ഒരു ഓപ്ഷൻ ഈ ക്വസ്റ്റിനകത്ത് ചോദ്യകർത്താവ് നൽകിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വലിയൊരു ഡൗട്ട് അവിടെ അങ്ങ് മാറി കിട്ടി. ഇല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുടെ മൈൻഡിലോട്ട് ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് യു ടു കൺസൾട്ട് എ ഡോക്ടർ എന്നൊക്കെ വരാമായിരുന്നു. ഇവിടെ കറക്റ്റ് ആൻസർ കൺസൾട്ടഡ് എന്നുള്ളതാണ്. V2 ഫോം ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടുന്നത്. എന്തുകൊണ്ട്? ഈ ഇറ്റ് ഈസ് ഹൈ ടൈം ഒക്കെ വന്നാൽ അതിനുശേഷം ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം ഇവയൊക്കെ വന്നാൽ അതിനുശേഷം ഒരു സബ്ജക്റ്റ് വന്നിട്ടാണ് ഡാഷ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? V2 ഫോം ഉപയോഗിക്കാം. അവിടെ ഇറ്റ് ഈസ് ഹൈ ടൈം വന്നിട്ട് ഒരു സബ്ജക്റ്റ് വന്നിട്ടാണ് ഡാഷ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നാൽ അവിടെ നമുക്ക് V2 ഫോം യൂസ് ചെയ്യാം. അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ മീൻസ് ഇറ്റ് ഈസ് ഹൈ ടൈം ഡാഷ് എ ഡോക്ടർ എന്നായിരുന്നെങ്കിൽ ടു കൺസൾട്ട് എ ഡോക്ടർ നമുക്ക് എഴുതാം. മീൻസ് ഇറ്റ് ഈസ് ഹൈ ടൈം ഒക്കെ വന്നിട്ട് ഒരു സബ്ജക്റ്റ് വരാതെയാണ് ഡാഷ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? 2 plus V1 മീൻസ് 2 plus base form of the verb മീൻസ് bear to infinitive ഉപയോഗിക്കാം. ഇത് വിശദമായിട്ട് എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നുണ്ട്, നോക്കുക. ഇതാണ് എക്സ്പ്ലനേഷൻ. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം, ഇറ്റ് ഈസ് റൈറ്റ് ടൈം ഇവയൊക്കെ വന്നിട്ട് ഒരു ഡാഷിങ് വന്നാൽ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? 2 plus V1 ഉപയോഗിക്കാം. അല്ലെങ്കിൽ to infinitive യൂസ് ചെയ്യാം. ഓക്കെ, എന്താണ്? ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് റൈറ്റ് ടൈം വന്നിട്ട് ഉടനെ ഒരു ഡാഷ് വന്നാൽ അവിടെ നമുക്ക് 2 plus V1 2 plus base form of the verb means to infinitive യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കേ. It is high time dash a job. Option get, option B to get, option C got, option D none of these. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? To get എന്ന ആൻസർ എഴുതാം. It is high time വന്നിട്ട് ഉടനെ ഡാഷ് വന്നു, അവിടെ നമുക്ക് to infinitive 2 plus V1 ഉപയോഗിക്കാം. നെക്സ്റ്റ് ഇവിടെ നിന്നാണ് ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നത്. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം, ഇറ്റ് ഈസ് റൈറ്റ് ടൈം വന്നിട്ട് ഒരു സബ്ജക്റ്റ് വന്നിട്ടാണ് ഡാഷ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വെർബിന്റെ V2 ഫോം യൂസ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാ? ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം, ഇറ്റ് ഈസ് റൈറ്റ് ടൈം പ്ലസ് 2 plus V1. It is time, it is high time, it is about time, it is right time plus subject plus V2. Example നോക്കേ. It is high time you dash a job. അപ്പോൾ ഇവിടെ it is high time വന്നിട്ട് you എന്ന സബ്ജക്റ്റ് വന്നിട്ടാണ്
ഡാഷ് വന്നിരിക്കുന്നത്, അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? V2 ഫോം യൂസ് ചെയ്യാം. ഇവിടെ ഏതാണ്? ഗോട്ട് ആണ് V2. ഗെറ്റ്, ഗോട്ട്, ഗോട്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I wish I dash the job. Option A, will accept. Option B, accepted. Option C, am accepting. Option D, accept. ആൻസർ ഏതാണ്? അക്സെപ്റ്റഡ് ആണ്. എന്തുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് എന്ന ആൻസറിലോട്ട് പോയി? ഇവിടെ ഐ വിഷ് വന്നിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഐ വിഷ് വന്നാൽ അതിനുശേഷം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? V2 യൂസ് ചെയ്യാം. ഐ വിഷ് വന്നാൽ അതിനുശേഷം V2 യൂസ് ചെയ്യാം. ഐ വിഷ് കഴിഞ്ഞാൽ ക്രിയ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. എന്നാൽ ഇവിടെ ഐ വിഷിന് പകരം ഐ വിഷ്ഡ് എന്നാണ് വന്നിരുന്നതെങ്കിൽ അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. മീൻസ് ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കാം. ഓർത്തിരിക്കുക, ഐ വിഷ് കഴിഞ്ഞാൽ ക്രിയ പാസ്റ്റ് ടെൻസിലും ഐ വിഷ്ഡ് കഴിഞ്ഞാൽ ക്രിയ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുമാണ് ഉപയോഗിക്കുക. ഐ വിഷ് കഴിഞ്ഞാൽ V2 ഐ വിഷ്ഡ് കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കുക. ഇവിടെ ഐ വിഷ് വന്നതുകൊണ്ട് ശേഷം നമ്മൾ V2 ആയിട്ടുള്ള accepted യൂസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഐ വിഷ് ഐ ഡാഷ് ദ ഫിലിം. മറ്റൊരു എക്സാമ്പിൾ, ഐ വിഷ്ഡ് ഐ ഡാഷ് ദ ഫിലിം. രണ്ട് ക്വസ്റ്റിന്റെ ഓപ്ഷനകത്ത് സി ഉണ്ട്, സോ ഉണ്ട്, സീൻ ഉണ്ട്, ഹാഡ്, സീൻ ഉണ്ട്. നമുക്കൊന്നുകൂടെ നോക്കാം. ഐ വിഷ് ഐ ഡാഷ് ദ ഫിലിം. ഇവിടെ ഐ വിഷ് വന്നു. ഐ വിഷ് വന്നാൽ ക്രിയ പാസ്റ്റ് ആണ്, V2 ആണ്. സി V1 ആണ്, സോ V2 ആണ്, സീൻ V3 ആണ്. നമ്മൾ എന്തെഴുതി? V2 ആയിട്ടുള്ള ഐ വിഷ് ഐ സോ ദ ഫിലിം എന്ന് എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ഐ വിഷ്ഡ് ഐ ഡാഷ് ദ ഫിലിം. ഇവിടെ ഐ വിഷ്ഡ് വന്നു. ഐ വിഷ്ഡ് വന്നാൽ അതിനുശേഷം പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, ഹാഡ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. സോ ഐ വിഷ്ഡ് ഐ ഹാഡ് സീൻ ദ ഫിലിം എന്ന് ഉപയോഗിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. She usually dash for a walk in the morning. Option A, go. Option B, goes. Option C, went. Option D, gone. Answer goes ആണ്. ഓപ്ഷൻ ബി goes ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ എന്തുകൊണ്ടാണ് ഈ goes എന്ന ആൻസർ എഴുതിയത്? ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു ഒരു ടൈം വേർഡ്. നമ്മൾ കണ്ട ടൈം വേർഡ് ഏതാ? യൂഷ്വലി എന്നുള്ളതാണ്. അപ്പോൾ യൂഷ്വലി എന്ന ടൈം വേർഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു യൂഷ്വലി എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടൈം വേർഡ് ആകുന്നു. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടൈം വേർഡ് ആണ് യൂഷ്വലി എന്നുള്ളത്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ് ഇതാണ്. സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ്. അപ്പൊ ഷീ എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മൾ അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബും സിംഗുലർ ആയിരിക്കണം. ഗോയും ഗോസും വെർബിന്റെ V1 ഫോം തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഷീ എന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ സിംഗുലർ ആയിട്ടുള്ള ഗോസ് ആണ് ഇവിടെ ഉപയോഗിക്കുക. നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. തേർഡ് പേഴ്സൺ സിംഗുലർ ആയ ഹിയോ, ഷിയോ, ഇറ്റോ ഏതെങ്കിലും നെയ്മോ പേരുകളോ വന്നാൽ അതിനുശേഷം വരുന്ന വെർബ് ഏത് രൂപത്തിൽ ആയിരിക്കും? സിംഗുലർ രൂപത്തിൽ ആയിരിക്കും. തേർഡ് പേഴ്സൺ സിംഗുലർ ആയ ഹിയോ, ഷിയോ, ഇറ്റോ ഏതെങ്കിലും പേരുകളോ വന്നാൽ അതിനുശേഷം എഴുതേണ്ട വെർബ് സിംഗുലർ രൂപത്തിൽ ആയിരിക്കണം. ഇവിടെ ഷീ വന്നതുകൊണ്ട് V1 ഫോമിൽ സിംഗുലർ ആയിട്ടുള്ള ഗോസ് എഴുതാം. ഈ ഹിയും ഷിയും ഇറ്റും നെയ്മോ അല്ലാതെ അയ്യോ, വിയോ, ദേയോ അങ്ങനെ മറ്റ് ഏത് സബ്ജക്റ്റ് വന്നാലും ബാക്കി ഏത് വന്നാലും നമുക്ക് പ്ലൂറൽ വെർബ് ഉപയോഗിക്കാനും സാധിക്കും. അപ്പൊ ഐ വരുമ്പോൾ ഡൗട്ട് തോന്നാം, ഐ ഞാൻ, അത് സിംഗുലർ അല്ലേ? അല്ല. പ്രസന്റ് ടെൻസിൽ ഐയെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക.
അതുകൊണ്ട് ഐ റൈറ്റ്, ഐ പ്ലേ, ഐ ഹാവ് എന്നൊക്കെയാണ് ഉപയോഗിക്കുക. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഐയെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? സിംഗുലർ ആയി കൺസിഡർ ചെയ്യും. അപ്പോൾ ഐ വാസ് എന്ന് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോഴും നിങ്ങളുടെ മൈൻഡിലോട്ട് ഓടിയെത്താൻ ഒരു ഡൗട്ട്, ഐ വേറെന്നും നമ്മൾ പറയാറില്ലേ? ഉണ്ട്. ഇഫ് ഐ വേറെ ബേർഡ് എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഇമാജിനറി കണ്ടീഷൻ ഒക്കെ വരുമ്പോഴാണ്. അങ്ങനെ ഇമാജിനറി കണ്ടീഷൻ, അങ്ങനെ ചില കണ്ടീഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ഐയുടെ കൂടെ വേറെ യൂസ് ചെയ്യാം. പക്ഷെ കോമൺ ആയിട്ട് പ്രസന്റ് ടെൻസിൽ ഐയെ നമ്മൾ പ്ലൂറൽ ആയിട്ടും പാസ്റ്റ് ടെൻസിൽ ഐയെ നമ്മൾ സിംഗുലർ ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ യൂഷ്വലി എന്ന ടൈം വേർഡ് കണ്ടപ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടൈം വേർഡ് ആണെന്ന് മനസ്സിലാക്കുകയും അവിടെ സബ്ജക്റ്റിന് ശേഷം നമ്മൾ വെർബിന്റെ V1 ഫോം യൂസ് ചെയ്യുകയും ചെയ്തു. അവിടെയും പ്രത്യേകം ശ്രദ്ധിച്ചു, ഷീ സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ ഗോയും ഗോസും ഉണ്ടായിട്ട് സിംഗുലർ ആയിട്ടുള്ള ഗോസ് തന്നെ എഴുതിയത്. ഒരു വെർബിനോടൊപ്പം യെസ്സോ ഇയെസ്സോ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് സിംഗുലർ, അതില്ലാത്തതാണ് പ്ലൂറൽ. അതിന്റെ എക്സ്പ്ലനേഷൻ അതോട്ട് പോകാം. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ് ഇതാണ്. സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. നമുക്ക് ഈ എക്സാമിന് ചോദിച്ചത് യൂഷ്വലി എന്ന ടൈം വേർഡ് ആണ്. അപ്പൊ അതേപോലെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ മറ്റ് ടൈം വേർഡുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഏതൊക്കെയാ? യൂഷ്വലി, ജനറലി, ഫ്രീക്വന്റ്ലി, ഡെയിലി, ഒക്കേഷണലി, റെഗുലർലി, റെയർലി, ഹാർഡ്ലി. ഒന്നുകൂടെ, യൂഷ്വലി, ജനറലി, ഫ്രീക്വന്റ്ലി, ഡെയിലി, ഒക്കേഷണലി, റെഗുലർലി, റെയർലി, ഹാർഡ്ലി. ഒന്നുകൂടെ, യൂഷ്വലി, ജനറലി, ഫ്രീക്വന്റ്ലി, ഡെയിലി, ഒക്കേഷണലി, റെഗുലർലി, റെയർലി, ഹാർഡ്ലി. ആഡ് ചെയ്യാം. എവറി ഡേ, എവറി വീക്ക്, എവറി മന്ത്, എവറി ഇയർ. എവറി ഡേ, എവറി വീക്ക്, എവറി മന്ത്, എവറി ഇയർ. ഒരു 4 എണ്ണം കൂടെ ആഡ് ചെയ്യുക. ഓഫൺ, ഓൾവേസ്, സെൽഡം, നെവർ. ഓഫൺ, ഓൾവേസ്, സെൽഡം, നെവർ. ഓഫൺ, ഓൾവേസ്, സെൽഡം, നെവർ. നമ്മൾ 2-3 തവണ പറഞ്ഞു. കൂടെ പറയാമെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു മാറ്റാം. യൂഷ്വലി, ജനറലി, ഫ്രീക്വന്റ്ലി, ഡെയിലി, ഒക്കേഷണലി, റെഗുലർലി, റെയർലി, ഹാർഡ്ലി. എവറി ഡേ, എവറി വീക്ക്, എവറി മന്ത്, എവറി ഇയർ. ഓഫൺ, ഓൾവേസ്, സെൽഡം, നെവർ. ഇവയെല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടൈം വേർഡ്സ് ആകുന്നു. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ടൈം വേർഡ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയേണ്ടുന്നത്. ആ സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ V1 ഫോം ആണ് ഉപയോഗിക്കേണ്ടുന്നത്. അത്തരത്തിലുള്ള 2-3 ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. He dashed school every day. Options go, goes, has gone, has been going. ഇവിടെ ആൻസർ എന്തായിരിക്കാം? ഇവിടുത്തെ ആൻസർ goes ആണ്. എന്തുകൊണ്ട്? നോക്കേ, എവരിഡേ എന്ന ടൈം വേർഡ് കണ്ടു. ഇപ്പൊ എവരിഡേ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു, അതൊരു ഹാബിച്വൽ ആക്ഷൻ ആണ്. അങ്ങനെ നോക്കിയാലും പതിവായി ചെയ്യുന്ന പ്രവർത്തികൾ, ഹാബിച്വൽ ആക്ഷൻസ്, പതിവായി ചെയ്യുന്ന പ്രവർത്തികൾ, പതിവായി ചെയ്യുന്ന പ്രവർത്തികളെ സൂചിപ്പിക്കുവാനും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അതുപോലെ യൂണിവേഴ്സൽ ട്രൂത്ത്, ജനറൽ ട്രൂത്ത്, ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ്, ഗെയിംസ് കമന്ററി, പ്രീ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ്, ഇവയൊക്കെ സൂചിപ്പിക്കുവാൻ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഇവിടെ സിമ്പിൾ പ്രസന്റ് ആണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ എവരി ഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ എന്നൊക്കെ ഉള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടൈം വേർഡുകളാണ്. ആ രീതിയിൽ നോക്കിയാൽ സബ്ജക്റ്റിന് ശേഷം നമുക്ക് വെർബിന്റെ V1 ഫോം എഴുതാം. ഹി ആണ്, അതുകൊണ്ട് നമ്മൾ ഗോസ് എന്ന ആൻസർ എഴുതി. She often dashed to church. Option A go, option B is going, option C was going, option D goes. ഇവിടെ നിങ്ങളുടെ ആൻസർ എന്താ? അവിടെയും ആൻസർ goes തന്നെയാണ്. നോക്കുക, ഇവിടെയും നമ്മൾ കണ്ട ടൈം വേർഡ് often എന്നുള്ളതാണ്. often, always, seldom, never ഇവയെല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടൈം വേർഡ്സ് ആണ്. ഇത്തരം ടൈം വേർഡ്സ് കണ്ടാൽ ആ സെന്റൻസ് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ V1 ഫോം യൂസ് ചെയ്യാം. She, often,
goes to church എന്ന് എഴുതി. He dash his grandson daily. Option is calling, option B calling, option C calls, option D how been calling. ഇവിടെയും ആൻസർ കോൾസ് ആണ്. എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ കണ്ട ടൈം വേർഡ് ഏതാ? ഡെയിലി എന്നുള്ളതാണ്. ഡെയിലി എന്ന ടൈം വേർഡ് കണ്ടപ്പോൾ സിമ്പിൾ പ്രസന്റിന്റെ ടൈം വേർഡ് ആണെന്ന് മനസ്സിലാക്കി. സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ V1 ഫോം ആണ് യൂസ് ചെയ്യുക. ഹി ആണ് V1ൽ സിംഗുലർ ആയിട്ടുള്ള കോൾസ് എഴുതി. 17ാമത്തെ ക്വസ്റ്റ്യൻ. He dash smoke when he was a college student. Option A used to, option B was used to, option C uses to, option D none of these. ഇവിടെ ആൻസർ എന്തായിരിക്കും? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ യൂസ്ഡ് ടു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട് നമ്മൾ യൂസ്ഡ് ടു എന്ന ആൻസർ ചൂസ് ചെയ്തു? He dashed smoke when he was a college student. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവൻ എന്തായിരുന്നു? സ്മോക്ക് ചെയ്യുമായിരുന്നു, പുക വലിക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ കോളേജിലാണോ പഠിക്കുന്നത്? അല്ല. ഇത് എപ്പോഴാ? പാസ്റ്റിലുള്ള ഒരു ഹാബിറ്റ് ആണ്, പാസ്റ്റിലുള്ള ഒരു ശീലമാണ്, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആണ്, പണ്ട് പതിവായി ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയാണ്. കോളേജിലായിരുന്ന സമയത്ത് സ്മോക്ക് ചെയ്യുമായിരുന്നു, അത് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആകുന്നു, പണ്ട് കാലത്ത് പതിവായി ചെയ്തിരുന്ന പ്രവൃത്തിയാകുന്നു. ഇങ്ങനെ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസിനെ സൂചിപ്പിക്കുവാൻ നമുക്ക് യൂസ്ഡ് ടു എന്ന മോഡൽ ഓക്സിലറി വെർബ് യൂസ് ചെയ്യാം. അപ്പോൾ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കുവാൻ യൂസ്ഡ് ടു മാത്രമല്ല, നമുക്ക് വുഡും യൂസ് ചെയ്യാം. പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കുവാൻ യൂസ്ഡ് ടു ഉപയോഗിക്കാം, വുഡും യൂസ് ചെയ്യാം. ഇവയിൽ ഏതാണോ നമ്മുടെ ഓപ്ഷനകത്തുള്ളത് അത് നമുക്ക് എഴുതാം. പണ്ട് കാലത്ത് പതിവായി ചെയ്തിരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുവാൻ, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കുവാൻ യൂസ്ഡ് ടു വുഡും യൂസ് ചെയ്യാം. ഓപ്ഷൻ ഏതാണോ ഉള്ളത് അത് എഴുതുക. നോക്കിയ രണ്ട് ക്വസ്റ്റ്യൻ. ഇൻ അവർ ചൈൽഡ്ഹുഡ് ഡേയ്സ് വി ഡാഷ് ടേക്ക് ലോങ് വാക്ക്. അപ്പൊ കുട്ടിക്കാലത്ത് എന്താണ്? നമ്മൾ ഒരുപാട് നടക്കാൻ പോകുമായിരുന്നു. അപ്പൊ കുട്ടിക്കാലത്ത് പതിവായി ചെയ്തിരുന്ന പ്രവൃത്തിയാണിത്, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആണ്. ഓപ്ഷൻ എ ought to, used to, dare, need അവയൊക്കെ ഉണ്ട്. നമുക്കറിയാം പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കുവാൻ യൂസ്ഡ് ടു ഉപയോഗിക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ. He dash go to college daily in his college days. Option A should, option B will, option C shall, option D would. എന്താണ്? കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡെയിലി കോളേജിൽ പോകുമായിരുന്നു. He would go to college daily in his college days. അപ്പൊ കോളേജിൽ പഠിക്കുന്ന കാലം, ഇപ്പൊ കോളേജിലല്ല പഠിക്കുന്നത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് പതിവായിട്ട് കോളേജിൽ പോകുമായിരുന്നു. ഇതൊരു പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആണ്, പണ്ട് കാലത്ത് പതിവായി ചെയ്തിരുന്ന പ്രവൃത്തിയാണ്. ഒന്നുകിൽ യൂസ്ഡ് ടു എഴുതാം, അല്ലെങ്കിൽ വുഡ് എഴുതാം. ഓപ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുക. നമ്മുടെ ഓപ്ഷനിൽ വുഡേ ഉള്ളൂ, സോ നമ്മൾ വുഡ് എന്ന ആൻസർ എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റിനകത്തോട്ട് പോവാം. If he had talked her nicely, she dashed the proposal. Option A would have accepted, option B would accept, option C will accept, option D none of these. Answer option A ആണ്, would have accepted ആണ്. നോക്കുക, if he had talked, ഇത് if clause എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇഫിന് ശേഷം എന്താ വന്നിരിക്കുന്നത്? ഹാർഡ് പ്ലസ് V3 ആണ്. ഇഫ് വന്നു, ഹാർഡ് വന്നു, ഹാർഡിന് ശേഷം ടോപ്ഡ് എന്ന ഒരു V3 ഫോം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇഫിന് ശേഷം ഹാർഡ് വന്നിട്ട് ഒരു വെർബ് വരുമ്പോൾ അത് V3 ആയിരിക്കും. ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവോ, ഷുഡ് ഹാവോ, കുഡ് ഹാവോ, മൈറ്റ് ഹാവോ പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. അതുകൊണ്ട് നമ്മൾ എന്തെഴുതി? വുഡ് ഹാവ് അക്സെപ്റ്റഡ് എന്ന് എഴുതി. ഇവിടെ ഇഫ് വന്നു, ഹാഡ് വന്നു, V3 വന്നു, ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നു, മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 എഴുതി. എക്സ്പ്ലനേഷൻ ഇതാണ്. ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവോ, ഷുഡ് ഹാവോ, കുഡ് ഹാവോ, മൈറ്റ് ഹാവോ പ്ലസ്
വെർബിന്റെ V3 ഫോം ഉപയോഗിക്കാം. ഓക്കെ ആണ്. നോക്കിയ ഒരു എക്സാമ്പിൾ. ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ ഡാഷ് യു. ഓപ്ഷൻ എ ഹെൽപ്ഡ്, ഓപ്ഷൻ ബി ഹാവ് ഹെൽപ്ഡ്, ഓപ്ഷൻ സി വിൽ ഹെൽപ്പ്, ഓപ്ഷൻ ഡി വുഡ് ഹാവ് ഹെൽപ്ഡ്. ആൻസർ ഏതാകുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആകുന്നു. വുഡ് ഹാവ് ഹെൽപ്ഡ് ആകുന്നു. ഇവിടെ ഇഫ് വന്നു, ഹാഡ് വന്നു, V3 വന്നു. ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നു. വുഡ് ഹാവ് പ്ലസ് V3 എന്ന് എഴുതി. അത് ഇഫ് ക്ലോസിന്റെ തേർഡ് റൂൾ ആണ്. നമുക്ക് ഇഫ് ക്ലോസിന്റെ ഫസ്റ്റും സെക്കൻഡ് റൂളുകൾ കൂടി പഠിച്ചു പോകാം. ഇതാണ് ഫസ്റ്റ് റൂള്. ഇഫ് പ്ലസ് V1 വന്നാൽ ഇഫിന് ശേഷം വരുന്ന വെർബ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ അവയോടൊപ്പം നമുക്ക് വില്ലോ, ഷാളോ, ക്യാനോ, മേയോ ഇവയിൽ ഏതെങ്കിലും പ്ലസ് V1 ഫോം മെയിൻ ക്ലോസിൽ ഉപയോഗിക്കാം. ഇഫിന് ശേഷം V1 വന്നാൽ മെയിൻ ക്ലോസിൽ വില്ലോ, ഷാളോ, ക്യാനോ, മേയോ ഇവയിൽ ഏതെങ്കിലും പ്ലസ് V1 ഫോം ഉപയോഗിക്കാം. ഇഫ് ഹി വർക്ക്സ് ഹാർഡ് ഹി ഡാഷ് എ ജോബ്. ഇവിടെ ഇഫിന് ശേഷം വന്നിരിക്കുന്നത് വർക്ക്സ് എന്ന വെർബാണ്. വർക്ക്സ് എന്ന് പറയുമ്പോൾ അത് വെർബിന്റെ V1 ഫോം ആണ്. ഇഫ് പ്ലസ് V1 വന്നു. ഇഫ് പ്ലസ് V1 വന്നാൽ മെയിൻ ക്ലോസിൽ നമുക്ക് വില്ലോ, ഷാളോ, ക്യാനോ, മേയോ പ്ലസ് V1 ഫോം ഉപയോഗിക്കാം. ഇവിടെ ഏതാ? വിൽ പ്ലസ് V1, വിൽ ഗെറ്റ് ആണ് ആൻസർ. ഈ ഇഫ് വരുന്ന ഭാഗം ഏതാണോ അതാണ് ഇഫ് ക്ലോസ്. കോമ കഴിഞ്ഞിട്ട് കിടക്കുന്ന ബാക്കി ഭാഗം ഏതാണോ അതാണ് മെയിൻ ക്ലോസ്. ഇത് തിരിച്ചും വരാം. ഇവിടെ ഹി ഡാഷ് എ ജോബ്, അപ്പുറത്തെ ഇഫ് ഹി വർക്ക്സ് ഹാർഡ് എന്ന് വരാം. ഈ ഭാഗത്ത് കടന്നാലും ഈ ഭാഗത്ത് കടന്നാലും ഇഫ് വരുന്നത് ഏത് പാർട്ടിലാണോ അതായിരിക്കും ഇഫ് ക്ലോസ്. കോമ കഴിഞ്ഞിട്ട് കിടക്കുന്ന ബാക്കി ഭാഗം ഏതാണോ അതാണ് മെയിൻ ക്ലോസ്. ഇഫ് ഹി വർക്ക്സ് ഹാർഡ് ഹി വിൽ ഗെറ്റ് എ ജോബ്. ഇഫ് ക്ലോസിന്റെ സെക്കൻഡ് റൂൾ നമുക്ക് നോക്കാം. ഇതാണ് ഇഫ് ക്ലോസിന്റെ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. ഇഫിന് ശേഷം V2 വന്നാൽ, ഇഫ് പ്ലസ് V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ ഇവയിൽ ഏതെങ്കിലും പ്ലസ് വെർബിന്റെ V1 ഫോം ആണ് ഉപയോഗിക്കുക. ഇഫ് പ്ലസ് V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. നമുക്ക് നോക്കാം. ഇഫ് ദേ സ്റ്റാർട്ടഡ് ഏർലി ദേ ഡാഷ് റീച്ച് ഇൻ ടൈം. ഓപ്ഷൻ എ വിൽ, ഓപ്ഷൻ ബി വുഡ്, ഓപ്ഷൻ സി വുഡ് ഹാവ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. വുഡ് ഹാവ് ആണ്. നോക്കാം. ഇവിടെ ഇഫ് വന്നു. ഇഫിന് ശേഷം സ്റ്റാർട്ടഡ് എന്ന വെർബ് കിടക്കുന്നു. സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ V2 ഫോം ആണല്ലോ. ഇഫ് പ്ലസ് V2 വന്നു. ഇഫ് പ്ലസ് V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. നമ്മൾ ഏത് ഉപയോഗിച്ചു? ദേ വുഡ് റീച്ച് ഇൻ ടൈം എന്ന് ഉപയോഗിച്ചു. ഓക്കെ ആണ്. അപ്പൊ 3 റൂള് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ റൂൾ ഇതാണ്. ഇഫ് പ്ലസ് V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. ഇഫ് പ്ലസ് V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. തേർഡ് റൂൾ ഇതാണ്. ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവോ, ഷുഡ് ഹാവോ, കുഡ് ഹാവോ, മൈറ്റ് ഹാവോ പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. 19ാമത്തെ ക്വസ്റ്റ്യനകത്തോട് നമ്മൾ പോവുകയാണ്. The thief had left when the police dash. Option A come, option B came, option C coming, option D was coming. ഇവിടെ ആൻസർ എന്തായിരിക്കാം? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, came ആണ്. നമ്മൾ കുറച്ചു മുന്നേ, അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞ എന്താ, നടന്നു കഴിഞ്ഞ 2 കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്നപ്പോൾ പൂർത്തീകരിച്ചതും മറ്റൊന്നപ്പോൾ സംഭവിച്ചു കൊണ്ടിരുന്നതുമാണെങ്കിൽ പൂർത്തീകരിച്ചത് സിമ്പിൾ പാസ്റ്റിലും സംഭവിച്ചു കൊണ്ടിരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലുമാണ് ഉപയോഗിക്കുക. ഇവിടെ പറയുന്നത് എന്താകുന്നു? പൂർണ്ണമായിട്ടും നടന്നു കഴിഞ്ഞ 2 കാര്യങ്ങളെ കുറിച്ചാണ്. The thief had left when the police. പോലീസ് വന്നപ്പോഴേക്കും കള്ളൻ രക്ഷപ്പെട്ടു. ഇത് പാസ്റ്റ് ആക്ഷൻസ് ആണ്. ഇത് രണ്ടും പൂർണ്ണമായിട്ടും നടന്നു കഴിഞ്ഞ 2 കാര്യങ്ങളാണ്. പോലീസ് എത്തുകയും ചെയ്തു, അതിനു മുന്നേ തന്നെ കള്ളൻ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ ഇതേപോലെ പൂർണ്ണമായിട്ടും നടന്നു കഴിഞ്ഞ 2 സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏത് പ്രവൃത്തിയാണോ ഫസ്റ്റ് നടന്നത്,
മീൻസ് തമ്മിൽ മുൻപേ നടന്ന പ്രവൃത്തി ഏതാണോ ആ പ്രവൃത്തി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും ഹാഡ് പ്ലസ് V3യിലും സെക്കൻഡ് ആക്ഷൻ രണ്ടാമത് നടന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിലുമാണ് പറയുക. ഇവിടെ ആദ്യം നടന്ന പ്രവൃത്തി ഏതാകുന്നു? തീഫ് രക്ഷപ്പെട്ടതാണ്. ഓക്കെ, ദ തീഫ് ഹാഡ് ലെഫ്റ്റ് എന്ന് ഫസ്റ്റ് ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് പ്ലസ് V3യിൽ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലാണ് പറയുക, സബ്ജക്ട് പ്ലസ് V2വിലാണ് പറയുക. ദ പോലീസ് കെയിം. കം എന്നല്ലേ V1 V2 V3. അപ്പം V2 ഫോം ആയിട്ടുള്ള കെയിം എഴുതി. എക്സ്പ്ലനേഷൻ എന്താ കണ്ടോളൂ. പൂർണ്ണമായും കഴിഞ്ഞു പോയ രണ്ട് സംഭവങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ആദ്യത്തേത് മീൻസ് തമ്മിൽ മുൻപേ നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും മീൻസ് ഹാഡ് പ്ലസ് V3യിലും രണ്ടാമത്തേത് സിമ്പിൾ പാസ്റ്റിലും സബ്ജക്ട് പ്ലസ് V2വിലുമാണ് പറയുക. പൂർണ്ണമായും കഴിഞ്ഞു പോയ രണ്ട് സംഭവങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ആദ്യത്തേത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തേത് സിമ്പിൾ പാസ്റ്റിലും ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൂളിൽ പറഞ്ഞ എന്താ? നടന്ന് കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് അപ്പോൾ പൂർത്തീകരിച്ചു, മറ്റൊന്ന് പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തു. മറ്റൊന്ന് അപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്നതുമാണെങ്കിൽ പൂർത്തീകരിച്ചത് സിമ്പിൾ പാസ്റ്റിലും സംഭവിച്ചുകൊണ്ടിരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലുമാണ് പറയുക. രണ്ട് എക്സാമ്പിൾ നമുക്ക് അതിന്റെ ചെയ്ത് നോക്കാം. ആസ് ദ ഡോക്ടർ അറൈവ്ഡ് ദ പേഷ്യന്റ് ഡാഷ്. ഓപ്ഷൻ എ ഡൈഡ്, ഓപ്ഷൻ ബി ഹാഡ് ഡൈഡ്, ഓപ്ഷൻ സി ഡെഡ്, ഓപ്ഷൻ ഡി വാസ് ഡൈഡ്. ആൻസർ ഹാഡ് ഡൈഡ് ആണ്. നോക്കാം. ഇവിടെ അറൈവ്ഡ് കണ്ടപ്പോൾ തന്നെ പാസ്റ്റ് ആക്ഷൻ ആണെന്ന് മനസ്സിലായി, നടന്ന് കഴിഞ്ഞ രണ്ട് കാര്യങ്ങളാണെന്ന് മനസ്സിലായി. ഇതിൽ ഏതാണ് ആദ്യം നടന്നത് എന്ന് നമ്മൾ നോക്കുക. ആസ് ദ ഡോക്ടർ അറൈവ്ഡ്, ഡോക്ടർ എത്തിയപ്പോഴേക്കും ദ പേഷ്യന്റ് ഡാഷ്, പേഷ്യന്റ് മരിച്ചു. അപ്പോൾ ഇവിടെ ആദ്യം രണ്ടും പൂർണ്ണമായിട്ടും നടന്നു കഴിഞ്ഞ സംഭവങ്ങളാണ്. ഇവിടെ ആദ്യം നടന്ന പ്രവൃത്തി എന്ന് പറയുന്നത് പേഷ്യന്റ് മരിച്ചതാണ്. പേഷ്യന്റ് മരിച്ചിട്ടാണ് ഡോക്ടർ എത്തിച്ചേർന്നത്. ഫസ്റ്റ് ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം, ഹാഡ് പ്ലസ് V3യിൽ പറയണം. ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ് എന്ന് ഫസ്റ്റ് ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞു. സെക്കൻഡ് ആക്ഷൻ ദ ഡോക്ടർ അറൈവ്ഡ് എന്ന് സിമ്പിൾ പാസ്റ്റില് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത നോക്കിയേ. വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ സ്കൂൾ ദ ബെൽ ഡാഷ്. ഞാൻ സ്കൂളിൽ എത്തിയപ്പോഴേക്കും എന്താണ്? ബെല്ല് അടിച്ചിരുന്നു. അപ്പൊ ബെല്ല് അടിച്ചിട്ടാണ് സ്കൂളിൽ എത്തിയത്. ബെല്ല് അടിക്കുകയും ചെയ്തു, ഞാൻ സ്കൂളിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇത് രണ്ടും പൂർണ്ണമായിട്ടും കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ പൂർണ്ണമായും കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഇതിൽ ഏതാണ് ആദ്യം നടന്നതെന്ന് നമ്മൾ നോക്കുന്നു. ബെല്ല് അടിച്ചതാണ് ആദ്യം നടന്നത്. അത് നമ്മൾ എന്തിൽ പറയണം? അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. നമ്മൾ എന്തിൽ പറഞ്ഞു? ദ ബെൽ ഹാഡ് റങ്. റിങ് റാങ് റങ് കേട്ടോ. റിങ് റാങ് റങ് ആണ് V1 V2 V3 ഫോംസ്. ഇപ്പൊ ബെല്ല് അടിച്ചതാണ് ആദ്യം നടന്ന പ്രവൃത്തി. ദ ബെൽ ഹാഡ് റങ് എന്ന് ഫസ്റ്റ് ആക്ഷൻ നമ്മൾ പറഞ്ഞു. സെക്കൻഡ് ആക്ഷൻ സിമ്പിൾ പാസ്റ്റിൽ പറയണം. ഐ അറൈവ്ഡ് എന്ന് സിമ്പിൾ പാസ്റ്റില് കൊടുത്തിട്ടുമുണ്ട്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനകത്തോട്ട് പോകാം. നോക്കുക. റിപ്പോർട്ട് ദ ഗിവൺ സെന്റൻസ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. He said to me, please help me. Option A, he told me if I could help him. Option B, he said to me that I helped him. Option C, he told me please help me. Option D, he requested me to help him. But answer option D ആകുന്നു. He requested me to help him ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതൊരു ഡയറക്റ്റ് സ്പീച്ച് ആണ്. നമുക്കിതിനെ ഇൻഡയറക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. മീൻസ് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് റിപ്പോർട്ട് സ്പീച്ച് എഴുതാൻ തരുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കേണ്ടുന്നത് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടൈപ്പ് സെന്റൻസ് ആണ് എന്നാണ് നോക്കേണ്ടത്. അതായത് 4 ടൈപ്പ് സെന്റൻസ്
ഒന്ന് അസേർട്ടീവ് സെന്റൻസ്, 2 ഇമ്പരറ്റീവ് സെന്റൻസ്, 3 ഇന്ററോഗേറ്റീവ് സെന്റൻസ്, 4 എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഈ 4 ടൈപ്പ് സെന്റൻസിനും 4 രീതിയിലാണ് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് എഴുതുക. അപ്പോൾ നമ്മൾ ആദ്യമേ ഓരോന്നിനും റിപ്പോർട്ടിംഗ് വെർബും കണക്റ്റിംഗ് വേർഡും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടൈപ്പ് സെന്റൻസ് ആണെന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. പ്ലീസ് ഹെൽപ് മീ. പ്ലീസിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആയിരിക്കും. അപ്പോൾ ഒരു ഇമ്പരറ്റീവ് സെന്റൻസിനെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. പ്ലീസിൽ തുടങ്ങിയാൽ അത് ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. പ്ലീസ് ഹെൽപ് മീ, പ്ലീസ് ഗിവ് മീ എ പെൻ. അതുപോലെ കൈൻഡ്ലിയിൽ തുടങ്ങിയാലും ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. കൈൻഡ്ലി ഗിവ് മീ എ ലിഫ്റ്റ്. വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാലും ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. ഓപ്പൺ ദ ഡോർ, ക്ലോസ് ദ വിൻഡോ, ഷട്ട് അപ്പ് യുവർ മൗത്ത്. ഇതൊക്കെ ഇമ്പരറ്റീവ് സെന്റൻസിന് ഉദാഹരണമാണ്. ഡോണ്ടിൽ തുടങ്ങിയാലും ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. ഡോണ്ട് ക്രിയേറ്റ് എ പ്രോബ്ലം, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ലെറ്റിൽ തുടങ്ങുന്നതും ഇമ്പരറ്റീവ് ആണ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഇതൊക്കെ ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇമ്പരറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഇമ്പരറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഒരു ഇമ്പരറ്റീവ് സെന്റൻസിന്റെ റിപ്പോർട്ടിംഗ് വെർബുകൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാമോ ഒരു ഇമ്പരറ്റീവ് സെന്റൻസിന്റെ റിപ്പോർട്ടിംഗ് വെർബുകൾ എന്തൊക്കെയാണെന്ന്? റോക്സ എന്ന് ഓർത്താൽ മതി. ഒരു ഇമ്പരറ്റീവ് സെന്റൻസിന്റെ റിപ്പോർട്ടിംഗ് വെർബുകൾ റിക്വസ്റ്റഡ്, ഓർഡേർഡ്, commanded, suggested, advised മുതലായവയാണ്. ഓക്കെ, ഒരു ഇമ്പരറ്റീവ് സെന്റൻസിന്റെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് റിക്വസ്റ്റഡോ, ഓർഡേർഡോ, കമാൻഡഡോ, സജസ്റ്റഡോ, അഡ്വൈസ്ഡോ ഇവയിൽ ഏതെങ്കിലും ആയിരിക്കും. ഇനി ഒരു ഇമ്പരറ്റീവ് സെന്റൻസിന്റെ കണക്റ്റിംഗ് വേർഡ് എന്താണ്? ഒരു ഇമ്പരറ്റീവ് സെന്റൻസിന്റെ കണക്റ്റിംഗ് വേർഡ്. കണക്റ്റിംഗ് വേർഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? കണക്റ്റിംഗ് വേർഡ് എന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ടിംഗ് പാർട്ടിനെയും സ്പീച്ച് പാർട്ടിനെയും കൂടി ബന്ധിപ്പിക്കുവാനായിട്ടാണ് നമ്മൾ കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കുക. റിപ്പോർട്ടിംഗ് പാർട്ടിനെയും സ്പീച്ച് പാർട്ടിനെയും കൂടെ ബന്ധിപ്പിക്കാനായിട്ടാണ് കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കുക. ഒരു ഇമ്പരറ്റീവ് സെന്റൻസിന്റെ കണക്റ്റിംഗ് വേർഡ് ടു ആണ്. ഒരു ഇമ്പരറ്റീവ് സെന്റൻസിന്റെ കണക്റ്റിംഗ് വേർഡ് ടു ആണ്. അപ്പൊ ഈ 2 പോയിന്റ് ഓർത്ത് വെച്ചാൽ പോലും നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഇതൊരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. ഒരു ഇമ്പരറ്റീവ് സെന്റൻസിൽ റിപ്പോർട്ടിംഗ് വെർബ് ആണ്ട് റിക്വസ്റ്റഡ് ഉണ്ട്, റിക്വസ്റ്റഡ് ആണ്. കണക്റ്റിംഗ് വേർഡ് ടു ആണ്. ഓക്കെ, അപ്പൊ റിക്വസ്റ്റഡും ടൂവും കൂടെ വന്ന സെന്റൻസ് ആൻസർ എന്താ? ഇത് മാത്രമല്ല ഉള്ളൂ. അതുകൊണ്ട് ഇതാണ് ആൻസർ എന്ന് പെട്ടെന്ന് വേണമെങ്കിലും മനസ്സിലാക്കാം. ഇനി പ്ലീസ് ഒന്നും നമ്മുടെ ഇൻഡയറക്റ്റ് സ്പീച്ച് വരുത്തില്ല. നമ്മുടെ സെന്റൻസ് പ്ലീസിലും കൈൻഡ്ലിയിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബായിട്ട് റിക്വസ്റ്റഡ് ഉപയോഗിക്കും. അപ്പോൾ അത്തരം സെന്റൻസുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പ്ലീസും കൈൻഡ്ലിയൊക്കെ ഒഴിവാക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇതിനെ റിപ്പോർട്ട് ചെയ്യാം. ഈ സെന്റൻസിനെ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പരറ്റീവ് സെന്റൻസിന്റെ റിപ്പോർട്ടിംഗ് വെർബുകൾ റിക്വസ്റ്റഡോ, ഓർഡേർഡോ, കമാൻഡഡോ, സജസ്റ്റഡോ, അഡ്വൈസ്ഡോ ഇവയെ ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പ്ലീസ് ഹെൽപ് മീ എന്ന് പറയുമ്പോൾ അതൊരു റിക്വസ്റ്റ് ആണ്. അതുകൊണ്ട് he requested എന്ന് നമുക്ക് എഴുതാം. he requested me. ഓക്കെ, ഇനി നമ്മൾ കണക്റ്റിംഗ് വേർഡ് ചേർക്കുന്നു. റിപ്പോർട്ടിംഗ് പാർട്ടിനെയും സ്പീച്ച് പാർട്ടിനെയും കൂടെ ബന്ധിപ്പിക്കാനായിട്ട് കണക്റ്റിംഗ് വേർഡ് ചേർക്കുന്നു. ഏതാണ് കണക്റ്റിംഗ് വേർഡ്? ഇമ്പരറ്റീവ് സെന്റൻസിന്റെ കണക്റ്റിംഗ് വേർഡ് ടു ആണ്. അതുകൊണ്ട് ടു എഴുതി. ഇനി ബാലൻസ് അങ്ങ് എഴുതിയാൽ മതി. ഹെൽപ്പ് മീ എന്നുള്ളത് അവനല്ലേ ചോദിച്ചത്? he said to me. അവൻ എന്നോട് ചോദിച്ചു പ്ലീസ് ഹെൽപ് മീ, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യാമോ? അപ്പൊ അവനെ അല്ലയോ, അവൻ എന്നോട് ചോദിച്ചു അവനെ ഹെൽപ്പ് ചെയ്യുമോ എന്നാണ്. അപ്പം he requested me to help അവനെ ഹിം എന്നാക്കണം കേട്ടോ. അവിടെ ഹിം എന്നാക്കണം. he requested me to help him. ഇവിടെ ഡോണ്ടിലൊക്കെ തുടങ്ങുന്ന സെന്റൻസുകൾ ഇല്ലയോ? അപ്പൊ ഡോണ്ടിലൊക്കെ തുടങ്ങുന്ന ഇമ്പരറ്റീവ് സെന്റൻസുകൾ ആകുമ്പോൾ നമ്മൾ കണക്റ്റിംഗ് വേർഡ് എഴുതുമ്പോ എങ്ങനെയാ? നോട്ട് ടു എന്നാക്കിക്കോണം കേട്ടോ. നോട്ട് ടു.
ഓക്കെ, ഡോണ്ടിലൊക്കെ തുടങ്ങിയാൽ നോട്ട് ടു എന്നാക്കിക്കോണം. വേണേ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. ദ മദർ said to the boy, don't play with fire. ഓക്കെ, നമ്മൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇത് ഏത് ടൈപ്പ് സെന്റൻസ് ആണെന്നാണ് നമ്മൾ ആദ്യം നോക്കുക. നമ്മൾ നോക്കിയപ്പോൾ ഡോണ്ടിൽ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞു ഡോണ്ടിൽ തുടങ്ങുന്ന തരം സെന്റൻസ് എന്താണ്? അതൊരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഡോണ്ടിൽ തുടങ്ങി ഇതൊരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. നമുക്ക് ഇതിനെ റിപ്പോർട്ട് ചെയ്യണം. മദർ സെഡ് ടു ദ ബോയ്, എന്താണ്? മദർ ബോയിയോട് പറയുകയാണ് ഡോണ്ട് പ്ലേ വിത്ത് ഫയർ, തീയിൽ കളിക്കരുത് എന്ന്. അപ്പൊ ഇത് അമ്മ മകന് നൽകുന്ന ഒരു അഡ്വൈസ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആൻസർ, ദ മദർ അഡ്വൈസ്ഡ്. വാണിംഗ് കൊടുക്കാം, വാണ്ടു എഴുതാം. ദ മദർ അഡ്വൈസ്ഡ് ദ ബോയ്. ഇനി നമ്മൾ കണക്ട് വേർഡ് ടു ചേർക്കും. ഞാൻ പറഞ്ഞു തന്നു ഡോണ്ട് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ആക്കിക്കോണം? നോട്ട് ടു എന്നാക്കിക്കോണം. നോട്ട് ടു. ബാക്കി അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. പ്ലേ വിത്ത് ഫയർ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഇമ്പരറ്റീവ് സെന്റൻസുകളെയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ CSEB-യുടെ ഒരു എക്സാം നമുക്കിപ്പോ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി അടുത്തടുത്ത എക്സാമുകൾ വരാൻ പോവുകയാണ്. അപ്പൊ ആ എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. മുമ്പ് നമുക്ക് ഇതിനെ 20 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തി. മുമ്പ് നമുക്ക് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ നമുക്ക് എന്താണ് 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 10 ക്വസ്റ്റ്യനും 10 മാർക്കുമാണ്. ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കുമ്പോൾ തന്നെ 1 മാർക്ക് നമുക്ക് ലഭിക്കുകയാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ ആൻസറുകൾ എഴുതുക. ഇനി വരാൻ പോകുന്ന പരീക്ഷയൊക്കെ എഴുതുന്നതിന് മുമ്പ്, അടുത്ത എക്സാമുകളൊക്കെ എഴുതുന്നതിന് മുമ്പ് ഈ ഒരു ക്ലാസ് കൂടി കാണുക. നോട്ട് എഴുതിയെടുത്ത് പഠിച്ചു തന്നെ പോവുക. നെക്സ്റ്റ് എക്സാമുകൾക്കെല്ലാം നല്ലപോലെ എക്സാം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. റാങ്ക് ലിസ്റ്റിൽ വരട്ടെ, ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.